മുരളി സാർ. ഈ വെബിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ജയകുമാർ സാർ, ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ എം.എ. ബേബി സാർ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, മഹാരാജാസ് കോളേജ് മലയാള വിഭാഗം ഒരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. നാളിതുവരെയായി നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ COVID-19, ഈ പ്രതിസന്ധി, ഈ വെല്ലുവിളി കലാസാഹിത്യ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ആ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് മഹാരാജാസ് കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റ് 10 പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇന്നത്തേത് ആദ്യത്തെ പ്രഭാഷണമാണ് എം.എ. ബേബി സാറിൻ്റെത്. എം.എ. ബേബി സാറ് ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ബേബി സാറിനെ ഈ കൂട്ടത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്, നമ്മുടെ മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു സാംസ്കാരിക നായകൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് അവതരിപ്പിക്കാവുന്ന ഏക വ്യക്തിത്വമാണ് എം.എ. ബേബി സാറ്. എം.എ. ബേബി സാറിന്റെ സാഹിത്യവുമായിട്ടുള്ള ബന്ധമൊക്കെ നോം ചോംസ്കിയൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത സൗഹൃദ വലയത്തിൽ ഉള്ള ആളാണ്. അദ്ദേഹം നോം ചോംസ്കി നൂറ്റാണ്ടിന്റെ മനസാക്ഷി അടക്കം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. ആ സാംസ്കാരിക ബഹുമുഖ പ്രതിഭയായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഉന്നത സമിതിയിൽ അംഗമായിട്ടുള്ള എം.എ. ബേബി സാറ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് കലയും സമൂഹവും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ആ കലയും സമൂഹവും എന്ന വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കെല്ലാം അറിയാം, ഇത് തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. കലാകാരനെ സമൂഹം സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ സമൂഹം കലാകാരനെയും സ്വാധീനിക്കുന്നു. ഇതുപോലുള്ള പ്രതിസന്ധികളും ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം തന്നെയും കലാകാരനിലും അതുപോലെ തന്നെ അവന്റെ രചനയിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ നിന്ന് എങ്ങനെ മോചനം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ ഈ കലാകാരനിലൂടെയും ഉയർന്നു വരും. ഏതായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരു കലയും സമൂഹവും എന്ന വിഷയത്തിൽ പ്രഭാഷണം ചെയ്യുന്നതിനും ഞങ്ങളുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ആദരണീയനായ എം.എ. ബേബി സാറിനെ ഈ വെബിനാറിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വെബിനാറിൽ അധ്യക്ഷത വഹിക്കുന്നത് മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ജയകുമാർ സാറാണ്. ജയകുമാർ സാറ് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടികളിലെല്ലാം നിറ സാന്നിധ്യമാണ്. ജയകുമാർ സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പ്രതികരണം നടത്തുന്ന അവരിൽ ഒരാൾ നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ വകുപ്പ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മലയാളത്തിന്റെ പ്രശസ്തനായ കവി എസ്. ജോസഫാണ്. ജോസഫ് സാറിനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നന്ദി രേഖപ്പെടുത്തുന്നത് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ കൂടിയായിട്ടുള്ള മാത്യു സാറാണ്. മാത്യു സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, ഇതര കോളേജുകളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ പരിപൂർണമായിട്ടുള്ള വിജയത്തിനായിട്ട് ബേബി സാർ അടക്കമുള്ളവർ സംസാരിക്കുമ്പോൾ പരമാവധി മ്യൂട്ട് ചെയ്ത്, ജൂലിയ ശ്രദ്ധിക്കുമെന്നിരുന്നാലും പരമാവധി മ്യൂട്ട് ചെയ്ത് ശബ്ദ ഇതുകൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണമെന്നും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനായി മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ. ജയകുമാർ സാറിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിച്ചുകൊള്ളുന്നു. സാർ പിന്നെ വീഡിയോ ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. മുരളി സാർ വീഡിയോ ഓൺ ചെയ്തില്ല. വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജയകുമാർ സാറ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. ജയകുമാർ സാറേ, ജയകുമാർ സാറേ, സാറേ
സാറിനെ വിളിക്കുക. ജോസഫ് സാറേ, ജയകുമാർ സാർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ജയകുമാർ സാർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ ജയകുമാർ സാറേ? ജയകുമാർ സാറേ, മുരളി സാറേ ഒന്ന് വിളിക്കാവോ സാറിനെ? അല്ലെങ്കിൽ സാർ സംസാരിച്ചോട്ടെ. പുള്ളി ആദ്യം വരുമ്പോ അദ്ദേഹത്തിന്റെ അധ്യക്ഷ നടത്തിയാൽ മതി സാറല്ലേ. നമുക്ക് സമയം നേരെ പ്രഭാഷണത്തിലേക്ക് പോകാന്നാണ് കരുതുന്നത്. സാറ് വരുമ്പോ നമുക്ക് സംസാരിക്കാം. അല്ലെ ജോസഫ് സാറേ? ജോസഫ് സാറേ, അപ്പം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക ചിന്തകനും ഒക്കെയായ ശ്രീ എം എ ബേബി സാറിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളു. സാറ് പിന്നെ വീഡിയോ ഓൺ ആക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന. വീഡിയോ ഓൺ അല്ലേ? അല്ല, സാറിനെ കാണുന്നേ അല്ല. ഇവിടെ അതിലെന്തോ എന്തുണ്ട്, ഞാനും വീഡിയോ ഓൺ ചെയ്താ സംസാരിച്ചിരുന്നത്. എനിക്ക് എന്റെ വീഡിയോ ഇത് കാണാമായിരുന്നു. ഇപ്പൊ സാറിനെയും എനിക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. എം എ ബേബി സാറിനെ ഞങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിന്റെ സാങ്കേതിക സംഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യായ ജൂലിയ ഡേവിഡിനെ എന്നെ കാണാൻ പറ്റാറുള്ളൂ. മറ്റുള്ള എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കവി ശ്രീ എസ് ജോസഫിന് എന്നെ കാണാമോ? പറഞ്ഞുകൂടാ. കാണാന്ന് പറഞ്ഞു സാറേ, കാണാന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടർ കെ ജയകുമാർ, ഡോക്ടർ എം എസ് മുരളി, പ്രൊഫസർ എസ് ജോസഫ്, ഡോക്ടർ സുമി ജോയ്, ഡോക്ടർ ജൂലിയ ഡേവിഡ് ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന ആദരണീയരായ അധ്യാപക വിദ്യാർത്ഥി ചങ്ങാതിമാരെ, സുഹൃത്തുക്കളെ, തുടക്കത്തിൽ ജൂലിയ ഡേവിഡ് പറഞ്ഞത് വലിയ തോതിൽ തന്നെ ഈ പ്രഭാഷണ പരമ്പര നടത്തണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ എളിയവനെ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കാനായി തിരഞ്ഞെടുത്തത് എന്ന്. പക്ഷെ അതിൽ വലിയൊരു പൊരുത്തക്കേട് ഞാൻ കാണുന്നുണ്ട്. വലിയ നിലയിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചെറിയ ഒരു കുഞ്ഞിനെ, ഒരു ബേബിയെ അല്ലല്ലോ അതിൻ്റെ സമാരംഭം കുറിക്കാൻ ക്ഷണിക്കേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മഹാരാജാസ് എന്നുമെന്നും ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥി പ്രവർത്തന ജീവിതകാലത്ത് വലിയ ഒരു കാൽപ്പനിക മനോഹാരിതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ആയിരുന്നു. ഇന്നും അങ്ങനെയാണ്. അതിന്റെ കാരണത്തിലേക്കും ചരിത്രത്തിലേക്കും ഞാൻ പോകേണ്ടതില്ല. അത് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. കലയും സമൂഹവും എന്ന അതിവിസ്തൃതമായ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ഒരുമ്പെടുന്നത് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
ഈ സമൂഹത്തിലെ ഒരു ജീവി എന്ന നിലയിൽ ചിലത് പറയാൻ എനിക്കും അവകാശമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ കലയുമായി വളരെ അപര്യാപ്തമായ ബന്ധം മാത്രമേ എനിക്കുള്ളൂ എങ്കിൽ പോലും ഒരു എളിയ കലാസ്വാദകൻ എന്ന് വിനയം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവകാശപ്പെടുന്നു. അപ്പം ആ അർത്ഥത്തിൽ കല എനിക്ക് തീരെ അപരിചിതമല്ല എന്ന നിലയിലാണ് കലയും സമൂഹവും എന്ന വളരെ ഗൗരവമുള്ള ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചെറിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഒരുതരം സാഹസികതയോടുകൂടി സന്നദ്ധനാവുന്നത്. നമ്മൾ കലയെയും സമൂഹത്തെയും കുറിച്ച് അകന്നിരുന്നുകൊണ്ടാണ്, എന്നാൽ മനസ്സുകൊണ്ടും ചിന്താഗതികൾ കൊണ്ടും നമുക്കെല്ലാം തമ്മിൽ വളരെ അടുപ്പമുണ്ട്. പക്ഷെ ശാരീരികമായി അകന്നിരിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ അതിന്റെ നിർവചനം മലയാളം സംസാരിക്കുന്നവരുടെ ഈ കേരളം മാത്രമാണോ? എന്നാൽ മലയാളം സംസാരിക്കുന്നവർ ഈ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിലുണ്ട്. അപ്പൊ കേരളത്തിലും ലോകത്തിന്റെ പല കോണുകളിലും ഇരിക്കുന്ന മലയാളികളെ എല്ലാം ചേർത്താണോ നാം നമ്മുടെ സമൂഹത്തെ നിർവചിക്കുന്നത്? എന്നാൽ മലയാളികൾ അല്ലെങ്കിലും നമ്മുടെ സഹോദരീ സഹോദരന്മാരെന്ന നിലയിൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരെ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണോ നിങ്ങളുടെ സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനം എന്ന ചോദ്യം വരും. എന്നാൽ അതിനപ്പുറം NV കൃഷ്ണവാര്യരും മറ്റൊരുപാട് കലാകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും സങ്കല്പിച്ചതുപോലെ മനുഷ്യരെ ആകെ ചേർത്തുപിടിക്കുന്ന മനുഷ്യ സമൂഹ സങ്കല്പമാണോ നമ്മൾ സമൂഹം എന്നതിന്റെ നിർവചനത്തിൽ കൊണ്ടുവരുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. എന്നാൽ ഇതിൽ ഏത് നിർവചനം എടുത്താലും നമ്മൾ തിരഞ്ഞെടുത്ത വളരെ ഗൗരവമുണ്ട് എന്ന് നമ്മളെല്ലാം കരുതുന്ന ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യ കുലത്തിൽപ്പെട്ട നമ്മുടെ ഒരുപാട് കൂടപ്പിറപ്പുകൾ എന്ന് തന്നെ ഞാൻ പറയുന്നു. ആ കൂടപ്പിറപ്പുകളെല്ലാം, അതിൽ വലിയൊരു ഭാഗം മനുഷ്യർ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. ശ്വാസമെടുക്കാൻ കഴിയാതെ എൻ്റെ ഈ വാചകം പൂർത്തിയാകുന്നതിനിടയ്ക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് കാണാം ലോകത്തിൻ്റെ പല കോണുകളിലും എൻ്റെ കൂടപ്പിറപ്പുകൾ മരിച്ചു വീഴും. ഇങ്ങനൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിതത്തിനുമേൽ മരണം കുന്നുകൂടി വീണുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കലയെയും സമൂഹത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഒന്നുകൂടി ആലോചിച്ചാൽ നമ്മൾ മറ്റൊരു കാര്യം തിരിച്ചറിയും. കോവിഡ് നിമിത്തം ആളുകൾ ലോകത്തിന്റെ പല കോണിലും നമ്മൾ ഓരോ വാചകം പറഞ്ഞു തീരുന്നതിനും ഇടയ്ക്ക് മരിച്ചു വീഴുന്നു എന്നതാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെങ്കിൽ, ഈ കോവിഡ് എന്ന മഹാമാരി ഇപ്പോൾ നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ ഒരു നിമിഷം വെറുതെ ഒന്ന് സങ്കല്പിക്കുക. കോവിഡ് മൂലമുള്ള മരണങ്ങളോ ഇപ്പോഴില്ല. കോവിഡ് മൂലമുള്ള മരണങ്ങളും ഇപ്പോൾ ഇല്ല
എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അപ്പോഴും നാം ചുറ്റും നോക്കുമ്പോൾ കാണും കോവിഡ് പോലുള്ള മരണം ഇപ്പോൾ ഇല്ലെന്ന് നമ്മൾ സങ്കല്പിച്ചാലും മറ്റൊരുപാട് മരണങ്ങൾ നമ്മൾ ഓരോ നിമിഷം കടന്നു പോകുമ്പോഴും ലോകത്തിന്റെ പല കോണിലും അഭിമുഖീകരിക്കുന്നുണ്ട്. മരണം ജീവിതത്തിനൊപ്പം, ജീവിതത്തിന്റെ നിഴൽ പോലെ മരണം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ നിഴൽ പിന്തുടരുന്നത് പോലെ ജീവിതത്തിന്റെ നിഴലായി മരണം നമ്മുടെ ഒപ്പമുണ്ട്, മനുഷ്യ സമൂഹത്തിനൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ കോവിഡ് മൂലം ഉണ്ടാകിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും വലിയ മരണമാണ് എത്രയോ കാലമായി മറ്റൊരു മഹാമാരി മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന് മരുന്നുണ്ടോ, പ്രതിരോധ കുത്തിവയ്പ്പുണ്ടോ? ഇല്ല. അതിനെല്ലാമുള്ള അന്വേഷണം നടക്കുകയാണ്. എന്നാൽ കോവിഡിനേക്കാൾ മനുഷ്യജീവൻ പിടിച്ചു പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരി ഉണ്ട്. പട്ടിണി എന്നാണ് ആ മഹാമാരിയുടെ പേര്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഓരോ വർഷവും 90 ലക്ഷത്തിലധികം പേർ പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. നമ്മൾ 1, 2, 3, 4, 5 നിമിഷം കണക്കാക്കുമ്പോൾ പട്ടിണി മൂലമുള്ള മരണം ലോകത്ത് നടക്കുന്നു. ഇതാണ് കണക്ക്. കോവിഡിന്റെ കാലത്ത് കോവിഡ് മൂലമുള്ള മരണവും ഉണ്ട്, കോവിഡ് കാലത്തിൻ്റെതായ പട്ടിണി കൊണ്ടുള്ള മരണവുമുണ്ട്. അതുകൊണ്ട് ഒരു വർഷം 1 കോടിയിലധികം മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്നാണ് കോവിഡ് കാലത്ത് കണക്കാക്കപ്പെട്ടുള്ളത്. പട്ടിണിക്ക് മരുന്നുണ്ട്. പട്ടിണിക്കുള്ള മരുന്ന് ഭക്ഷണമാണ്. ഭക്ഷണം മതി. പക്ഷേ ഭക്ഷണം ലോകത്തെല്ലാവർക്കും കഴിക്കാനുള്ളത് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ലാഭം മേധാവിത്വം വഹിക്കുന്ന ലോക വ്യവസ്ഥകൾ നിമിത്തം ഈ ഭക്ഷണം പട്ടിണിക്കാർക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ഈ പട്ടിണി എന്ന മഹാമാരിക്കുള്ള മരുന്ന്, ഭക്ഷണം ഉണ്ടായിട്ടും അത് കിട്ടാത്തത് കൊണ്ട് മനുഷ്യൻ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ ഒരവസ്ഥ. ഇത്തരമൊരവസ്ഥയിലാണ് കല എന്ത് പങ്കുവഹിക്കുന്നു എന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ ഒരുമ്പെടുന്നത്. ഇങ്ങനെ മരണം ചുറ്റും വേതാള നൃത്തം ആടുമ്പോൾ നമ്മൾ കലയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടുണ്ടോ? ഒരു ചോദ്യം ഉയരാം. അതുപോലുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഓഷ്വിസ്റ്റ് പോലെയുള്ള നാസി ഭീകരതയ്ക്ക് ശേഷം കവിതയില്ല എന്ന് പറഞ്ഞ പ്രശസ്തനായ കലാനിരൂപകന് നമുക്കറിയാം. എന്നാൽ ഓഷ്വിസ്റ്റ് പോലെയുള്ള മഹാഭീകരതയ്ക്ക് ശേഷവും കവിതയുണ്ടാകും. ഭീകരതയെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും ഭീകരതയ്ക്കും ദുരന്തങ്ങൾക്കുമെതിരെയുള്ള മനുഷ്യന്റെ മോചന പോരാട്ടങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതുന്ന കവിത, പാടുന്ന പാട്ട് ഒക്കെ ഉണ്ടാവുമെന്ന് കലാകാരന്മാർ, സാഹിത്യകാരന്മാർ തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കോവിഡിന്റെ കാലത്ത് നമ്മൾ കലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന് വലിയ വിശാലമായ 2 ഭാഗങ്ങളായി വേർതിരിച്ചതിനെ പരിശോധിക്കണം. ആ പരിശോധനയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ സമീപനത്തിന് വിശാലമായ 2 ഭാഗങ്ങൾ ഉണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, കലയും സമൂഹവും തമ്മിൽ സാധാരണ കാലഘട്ടങ്ങളിലൊക്കെ പുലരേണ്ട വൈരുദ്ധ്യാത്മകമായ ബന്ധം എന്താണ് എന്നതാണ്. മറ്റു കോവിഡ് പോലുള്ള മഹാമാരികൾ, അതിനെ നേരിടുന്ന മനുഷ്യൻ കലാവിഷ്കാരങ്ങളിലൂടെ എങ്ങനെ ഈ മഹാമാരികളുടെ ദുരന്തത്തോട് പ്രതികരിക്കും? മഹാമാരികൾ മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്തയുടെ
കലയുടെ സാഹിത്യത്തിന്റെ മേഖലകളെ ഈ മഹാമാരികൾ എങ്ങനെ സ്വാധീനിക്കും? കലാകാരനും സംഗീതജ്ഞനും സാഹിത്യകാരനും ശില്പിയും ഒക്കെയായ സർഗാത്മകതയുള്ള മനുഷ്യൻ എങ്ങനെ മഹാമാരികളോട് പ്രതികരിക്കും തങ്ങളുടെ കലയിലൂടെ? ഇതെല്ലാം ഈ വിഷയത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരാമർശിക്കേണ്ടി വരും. അത് ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്തരം പരിശോധന സമഗ്രമായി നടത്താൻ എന്നെക്കാൾ പ്രാപ്തരാണ് ഇതിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്ക് തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ട്. മഹാമാരികളുടെ കാലത്ത് കലാകാരൻ, കലാകാരി ആദ്യം സ്വയം തിരിച്ചറിയുന്നതും സമൂഹത്തോട് തൻ്റെ മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്നതുമായ കാര്യം, ഇല്ല, ഈ മഹാമാരികൾക്കും മഹാമാരികൾ വിതയ്ക്കുന്ന മൃത്യുവിനും ജീവിതത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ആ വിരിഗീഷുമാം മൃത്യുവിനാമോ ജീവിതത്തിന്റെ കുടിപ്പടം താഴ്ത്താൻ എന്ന എറണാകുളംകാരൻ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വൈലോപ്പിള്ളിയെ കുറിച്ച്. വൈലോപ്പിള്ളിയുടെ അഗാധമായ വിശ്രുതമായ ആ നിരീക്ഷണം മഹാമാരികളെയും ദുരിതങ്ങളെയും കൂട്ടമരണങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ ചുറ്റും മരണത്തിന്റെ താണ്ഡവ നൃത്തത്തിനിടയിലും മരണത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇല്ല, നിങ്ങൾ ആത്യന്തികമായി മരണം ജയിക്കുന്നില്ല. ജീവിതം ഈ ശ്മശാന ഭൂമികളിൽ നിന്നൊക്കെ ജീവിതം തളർത്തു വരിക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനം. അതാണ് കലയും സാഹിത്യവും എന്നും നടത്തിയിട്ടുള്ളത്. കടമ്മനിട്ട എഴുതിയതുപോലെ ദുർവിധിയുടെ മരുഭൂമിയിൽ ഒരു നീരുറവ പോലെ എൻ്റെ ശാന്ത എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ദുസ്സഹമായ അസഹനീയമായ ജീവിത സാഹചര്യങ്ങളിലും ജീവിത പ്രതീക്ഷയുടെ നാമ്പുകൾ, ജീവിത പ്രതീക്ഷയുടെ നീരുറവുകൾ, ജീവിത പ്രതീക്ഷയുടെ പുതു മുകുളങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് കലാകാരനും സാഹിത്യകാരനുമാണ്. സാധാരണ മനുഷ്യനൊരു പക്ഷേ അത് പെട്ടെന്ന് കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ കേരളത്തിലെ സാധാരണ മനുഷ്യരും, ഉദാഹരണത്തിന് വെള്ളപ്പൊക്ക കെടുതിയുടെ നാളുകളിൽ തങ്ങളുടെ മത്സ്യവള്ളങ്ങളുമായി വെള്ളത്തിനടിയിലായ ദേശീയപാതയിലൂടെ മത്സ്യവള്ളങ്ങൾ ഓടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ജനങ്ങളെ പോയി രക്ഷിച്ച മത്സ്യത്തൊഴിലാളികൾ, അവരുടെ ആ പ്രവൃത്തിയിലൂടെ വൈലോപ്പള്ളിയുടെ വരികൾ ശരിയാണ് എന്ന് തെളിയിച്ചു. മരണം വിതച്ച പ്രളയത്തിന് നടുവിൽ ജീവിതത്തിന്റെ രക്ഷകരായി സാധാരണ മനുഷ്യർ, തൊഴിലാളികൾ വന്ന് ആ തൊഴിലാളികളുടെ പ്രവൃത്തി ഒരു കലാസൃഷ്ടിയാവുകയാണ്, കവിതയാവുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള കലയും ദുരിതവും ജീവിതവും ഒരു ത്രികോണമായി മാറിയ സന്ദർഭങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ബംഗാൾ ക്ഷാമത്തിന്റെ കാലമാണ്. ബംഗാൾ ക്ഷാമത്തിന്റെ കാലത്ത് 3 കലാകാരന്മാരെ, കലാരൂപങ്ങളുടെ സാന്നിധ്യം ഞാൻ ഓർക്കുകയാണ്. ഒന്ന് ബംഗാൾ ക്ഷാമത്തിന്റെ നിലവിളി ചിത്രങ്ങളായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച കലാകാരൻ ചിത്തപ്രസാദ്.
ഇന്ത്യൻ ചിത്രകലയിൽ തന്നെ എന്ന് ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ നാമധേയമാണ് ചിത്തപ്രസാദിന്റെ. ചിത്തപ്രസാദിന്റെ ചിത്ര പരമ്പരകളിൽ ഏറ്റവും പ്രധാനം ബംഗാൾ ക്ഷാമത്തെ കോറിയിട്ട ചിത്തപ്രസാദിന്റെ ചിത്രങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫി ഒരു കലാപ്രവർത്തനമാണ് എന്ന് തന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച സുനിൽ ജേന എന്ന ചിത്രകാരൻ. സുനിൽ ജേന തന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ബംഗാൾ ക്ഷാമത്തിന്റെ കാലത്ത് 1940-കളുടെ ആദ്യത്തെ വർഷങ്ങളാണ് ബംഗാൾ ക്ഷാമം. ആ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെയും ക്യാമറകളുടെയും ഒക്കെ സ്വഭാവത്തിൽ അന്നുണ്ടായിരുന്ന പരിമിതികൾ ഉണ്ടെങ്കിൽ ആ പരിമിതികളെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് അന്ന് ജനങ്ങൾ, നിസ്സഹായരായ ജനങ്ങൾ അനുഭവിച്ച പട്ടിണി, അതിനെ തുടർന്നുള്ള മരണങ്ങൾ, അതിന്റെ മുഴുവൻ സ്വഭാവ സവിശേഷതകൾ ചിത്രങ്ങളിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു വലിയ ചിത്രകാരന്റെ കലാസൃഷ്ടി പോലെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ സുനിൽ ജേനയെ കലാലോകത്തെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രതിഭാശാലിയാക്കി മാറ്റുകയുണ്ടായി. കുറെ സ്ഥലത്ത് പട്ടിണിക്കാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി PC ജോഷി കലാകാരന്മാരുമായി വലിയ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലെ വളരെ വലിയ സംഭാവന നൽകിയ വ്യക്തി. ആ PC ജോഷിയുടെ പ്രത്യേക താല്പര്യം മൂലം കൂടിയാണ് സുനിൽ ജേന പട്ടിണി ബാധിത പ്രദേശങ്ങളിലൊക്കെ PC ജോഷി സഞ്ചരിച്ചപ്പോൾ ഒപ്പം സഞ്ചരിച്ച സുനിൽ ജേന ഈ ഫോട്ടോഗ്രാഫുകൾ എടുത്തതും ചിത്തപ്രസാദ് താൻ കണ്ട ദാരുണമായ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കി മാറ്റിയതും എന്നുള്ളത് നമുക്കറിയാം. COVID-19 ദുരിതത്തിന്റെ നാളുകളിൽ, ബംഗാൾ ക്ഷാമത്തിന്റെ നാളുകളിൽ ഈ കലാകാരന്മാർ അന്ന് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി പട്ടിണി ബാധിച്ച സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നടത്തിയ ഇടപെടൽ, കലാവിഷ്കാരങ്ങൾ, ആ ഓർമ്മ ഈ COVID-19 നാളുകളിൽ നമ്മൾ എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്തപ്രസാദും സുനിൽ ജേനയും മാത്രമല്ല, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ആ കാലഘട്ടത്തിൽ തങ്ങളുടെ കലാവിഷ്കാരങ്ങളിലൂടെ, പാട്ടുകളിലൂടെ, നൃത്തങ്ങളിലൂടെ, നൃത്ത സംഗീതികകളിലൂടെ ഉദയശങ്കറിനെ പോലുള്ളവരും പണ്ഡിറ്റ് രവിശങ്കറിനെ പോലുള്ളവരും അന്നപൂർണയെ പോലുള്ളവരും ഒക്കെ അന്ന് ഇപ്റ്റയുടെ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ധർത്തി കി ലാലിനെ പോലെയുള്ള സിനിമകൾ ആ കാലഘട്ടത്തിലെ ഇപ്റ്റയുടെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആവിഷ്കരിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പൊ സമൂഹം വലിയ ദുരിതത്തെ നേരിടുമ്പോൾ സമൂഹത്തിന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം എത്തിക്കാനുള്ള പ്രത്യക്ഷമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച നിരീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും കലാത്മകങ്ങളായ ചിത്രീകരണങ്ങളും. അത് ആ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കലാകാരന്മാരുടെ സന്നദ്ധത ചരിത്രത്തിൽ
നമുക്ക് കാണാൻ കഴിയും. ഈ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിലെ അനുഭവങ്ങൾ, കേരളത്തിൻ്റെ അനുഭവങ്ങൾ, അത് ഓർക്കാതിരിക്കുന്നത് ശരിയാവില്ല. വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രശസ്തങ്ങളായ വരികൾ നമ്മൾ ആദ്യം ഓർക്കുകയുണ്ടായി. വൈലോപ്പിള്ളിയുടെ തന്നെ അയൽപ്പക്കത്ത് ജനിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചങ്ങമ്പുഴയുടെ വരികൾ ഉലകത്തിൽ മറ്റെങ്ങുണ്ട് ഇവിടുത്തെപ്പോലുള്ള അവധിയില്ലാത്ത വിഭവങ്ങൾ, ഫലമെന്തെന്നിട്ടും ഉലകിൽ മറ്റെങ്ങുണ്ട് ഇതുപോലുൾക്കട ദുരിതങ്ങൾ, അടിയട്ടെ ചെങ്കോലടിയട്ടെ വേഗം അരിവാളിൻ കാലം അണയട്ടെ എന്നുള്ള വരികൾ. അന്നത്തെ കേരളത്തിൽ ദുരിതം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ പ്രകൃതി സംഭാവനകളാൽ ഫലഭൂയിഷ്ഠത കൊണ്ട് ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത സമൃദ്ധിയാണ് ഈ മലയാളക്കരയിലുള്ളത്. ഈ സമൃദ്ധിയുടെ നടുവിലാണ് മനുഷ്യജീവിതം ദുരിതഭരിതമാകുന്നത് എന്ന് മനുഷ്യ സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് ഏറ്റവും ചടുലമായി കുറിച്ചിടാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞു. പിന്നെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന എഴുത്തുകാർ എതിർപ്പിൻ്റെ, വിമർശനത്തിൻ്റെ, വിമോചനത്തിൻ്റെ ആശയങ്ങൾ തൻ്റെ രചനകളിലൂടെ നിരന്തരം സമൂഹമധ്യത്തിൽ അവതരിപ്പിച്ച പി കേശവദേവനെ പോലെയും തകഴി ശിവശങ്കരപ്പിള്ളയെ പോലെയും വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയും പൊൻകുന്നം വർക്കിയെ പോലെയും ലളിതാംബിക അന്തർജനത്തെ പോലെയും എസ് കെ പൊറ്റക്കാടിനെ പോലെയും കാരൂരിനെ പോലെയും ഒക്കെയുള്ള എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ മനുഷ്യാവസ്ഥയെ എങ്ങനെ പച്ചയായി സാഹിത്യകലയിലൂടെ ആവിഷ്കരിക്കാം എന്നതിന് പുതിയൊരു മാതൃക തന്നെ കേസരിയെ പോലുള്ള സാഹിത്യ നിരൂപകന്മാരുടെ പിന്തുണയോടുകൂടിയാണ് അവതരിപ്പിച്ചത് എന്ന് നമുക്കറിയാം. മനുഷ്യ സമൂഹത്തിൻ്റെ നേരനുഭവങ്ങളും അതിനോടുള്ള സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും പ്രതികരണങ്ങളും മറ്റ് ഭൂഖണ്ഡങ്ങളിലെ അനുഭവങ്ങളെ മുൻനിർത്തി ആലോചിക്കാൻ തുടങ്ങിയാൽ അതിന് ഒരു പരിധിയുണ്ടാവില്ല. അടിമത്വത്തിനെതിരായിട്ട് അമേരിക്കയിൽ നടന്ന പോരാട്ടത്തിൽ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവലിന്റെ പങ്ക് എപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ പരിഗണനയിൽ വരാറുള്ളതാണ്. പക്ഷേ പാബ്ലോ പിക്കാസോ എന്ന പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം പരസ്യമായി ഉറച്ചു നിന്ന ചിത്രകാരൻ, കലാകാരൻ സമൂഹത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പമാണ്, ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പമാണ് എന്ന് സംശയരഹിതമായി തൻ്റെ ഗുർണിക്ക എന്ന കലാസൃഷ്ടിയിലൂടെ വിളിച്ചു പറഞ്ഞ ചരിത്ര അനുഭവം ഇപ്പോൾ ഓർക്കുന്നത് ഉചിതമാണ് എന്നെനിക്ക് തോന്നുന്നു. അതിൽ യൂറോപ്പിന്റെ ചരിത്രത്തിലെ വലിയൊരു അനുഭവം, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പുരോഗമന ശക്തികളുടെ കൂട്ടായ്മയെ സ്പെയിനിന്റെ
ഭരണ നേതൃത്വം ഏൽപ്പിക്കാൻ സന്നദ്ധമാകാതിരുന്ന ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള സ്പെയിനിലെ പിന്തിരിപ്പൻ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ, ജർമ്മനിയിലെ ഹിറ്റ്ലറും ഇറ്റലിയിലെ മുസോളിനിയും ഫാസിസ്റ്റായ സ്പെയിനിലെ ഫ്രാങ്കോയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് സ്പെയിനിലെ വളരെ വിസ്തൃതമായ പുരോഗമന സോഷ്യലിസ്റ്റ് ഓർണിക്ക ഒരു ചിത്ര കവിതയാണ്. വരകളും നിറങ്ങളും കൊണ്ടുള്ള ഒരു സിംഫണിയാണ്. ഓർണിക്ക ഒരു സംഗീതമാണ്, കവിതയാണ്, ചിത്രമാണ്, ചരിത്രമാണ്. അതൊരു ആഹ്വാനവും താക്കീതുമാണ്. 1921 ഏറനാട്ടെ മഹത്തായ പോരാട്ടം, ആ പോരാട്ടത്തെക്കുറിച്ച് EMS എഴുതിയതിന്റെ പേര് ആഹ്വാനവും താക്കീതുമെന്നാണ്. യഥാർത്ഥത്തിൽ ഗോർണിക്കയും ഒരു ആഹ്വാനവും താക്കീതുമാണ്. എല്ലാ സാഹിത്യ സൃഷ്ടികളും എല്ലാ കലാസൃഷ്ടികളും ഒരു ആഹ്വാനവും താക്കീതുമാണ് എന്ന് പറയാൻ കഴിയും. ഗോർണിക്ക ഒരു പട്ടണത്തിന്റെ പേരാണ്. ഹിറ്റ്ലറുടെ ജർമ്മൻ സേനയുടെ ഭാഗമായ വ്യോമയാനികൾ, വ്യോമസേന, ഇവരെല്ലാം വന്ന് ഈ ഗോർണിക്ക ബോംബിട്ട് നശിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന
സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടത്. കാരണം പുരുഷന്മാർ കൂടുതലും സ്പാനിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ പുരോഗമന വിമോചന പോരാളികളുടെ ഭാഗമായി യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ ഇന്ത്യൻ സാഹിത്യത്തിലെ നിത്യസ്മരണ പ്രൊഫസർ മുൽക്കുരാജാനന്ദ് സ്പാനിഷ് സിവിൽ വാറിൽ പുരോഗമന പോരാളികൾക്കൊപ്പം പങ്കെടുത്തയാളാണ്. പോരാട്ടത്തിൽ നേരിട്ട് പോരാളിയായി പങ്കെടുത്തയാളാണ്. പണ്ട് ജവഹർലാൽ നെഹ്റു എല്ലാം സ്പാനിഷ് പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് കൂട്ടത്തിൽ പറയുകയാണ്. അപ്പോൾ 1937 ഏപ്രിൽ 26 ഈ ഭയങ്കരമായ ബോംബാക്രമണത്തിൽ ഗോർണിക്ക നശിപ്പിക്കപ്പെട്ടത്. ആ ബോംബാക്രമണത്തിന് നേതൃത്വം കൊടുത്ത വൈമാനികൻ തന്നെ തന്റെ ഡയറിയിൽ എഴുതി, ഗോർണിക്ക എരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന്. ഒരു പട്ടണം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഓർത്തു നോക്കൂ. ആ എരിഞ്ഞുകൊണ്ടിരുന്ന പട്ടണത്തിൽ പെട്ട് എരിഞ്ഞു തീർന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട്. ഗോർണിക്ക എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരുപാട് പ്രതീകങ്ങളിൽ പിക്കാസോ ഈ സ്ത്രീത്വത്തിന്റെ എരിഞ്ഞു കത്തൽ പ്രതീകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങളും പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിത്രം ഈ ഗോർണിക്ക ആണ് എന്ന് നമുക്കറിയാം. സ്പെയിനു വേണ്ടി, റിപ്പബ്ലിക്കൻ സ്പെയിനു വേണ്ടി പാരീസിലെ ഇന്റർനാഷണൽ ഫെയറിൽ ഒരു ചിത്രം വരയ്ക്കാൻ പാബ്ലോ പിക്കാസോയോട് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ആ ചിത്രം എന്താവണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗോർണിക്ക സംഭവം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ സ്പാനിഷ് കവി ജുവാൻ ലാറിയ പിക്കാസോയോട് ചോദിക്കുന്നത്, ഈ ഗോർണിക്കയിലെ പൊള്ളുന്ന, എരിയുന്ന, മാംസഗന്ധം പകരുന്ന ഈ ദുരിതാനുഭവത്തെ പ്രിയപ്പെട്ട പിക്കാസോ നിങ്ങൾക്ക് ക്യാൻവാസിലേക്ക് ആവാഹിക്കാൻ കഴിയുമോ? ഒരു ചിത്രകാരൻ ആശയം കൊടുക്കാൻ ഒരു കവിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ഒരു കലാകാരന്, ഒരു എഴുത്തുകാരന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ ജുവാൻ ലോറിയയുടെ ആശയത്തിൽ നിന്ന് ഒരു പൊരി സ്വീകരിച്ചുകൊണ്ടാണ്, ഒരു തുണ്ട് വെളിച്ചം പകർന്നെടുത്തുകൊണ്ടാണ് ഗോർണിക്ക എന്ന എക്കാലത്തെയും ഫാസിസ്റ്റ് വിരുദ്ധമായ ചിത്രം, കലാകാരൻ എങ്ങനെ സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഗോർണിക്ക എന്ന് പറയുന്ന ഈ ചിത്രം. അത് പാബ്ലോ പിക്കാസോ രൂപപ്പെടുത്തിയത് താൻ ജീവിക്കുന്ന കാലഘട്ടത്തോടും താൻ കാണുന്ന സമൂഹത്തോടും എങ്ങനെ ഒരു കലാകാരൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു, അത് ആർക്കും സംശയമില്ലാത്ത വിധം പറഞ്ഞു തരുന്ന ഒരു ചിത്രം കൂടിയാണ് ഗോർണിക്ക എന്നീ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഗോർണിക്ക എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ പലരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു കാര്യം കൂടി ഇതുപോലൊരു സന്ദർഭത്തിൽ പറയാതിരിക്കുന്നത് അനുചിതമാവും എന്ന് കരുതി മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ജർമ്മൻ സൈന്യം പാരീസ് പിടിച്ചടക്കിയ നാളുകളിൽ പാരീസിൽ തന്റെ സ്റ്റുഡിയോയിൽ താൻ ചിത്രങ്ങളെല്ലാം വരച്ച് സൂക്ഷിക്കുന്ന, തന്റെ കലാപ്രവർത്തനങ്ങൾ നടക്കുന്ന മുറിയിൽ പിക്കാസോ കഴിയുകയായിരുന്നു. അവിടെ ഒരു ജർമ്മൻ നാസി സൈനിക ഉദ്യോഗസ്ഥൻ വന്നു, അവിടെ എല്ലാം നോക്കി. അപ്പൊ അവിടെ ഇരിപ്പുണ്ട് ഈ ഗോർണിക്ക
എന്ന ലോകപ്രസിദ്ധമായ ചിത്രം അത് നോക്കി ആ ജർമ്മൻ സൈനികൻ, അദ്ദേഹം ഫാസിസ്റ്റ് മാത്രമല്ല, ഒരു ഫിലിസ്റ്റൈൻ കൂടിയാണ്, ഒരു മൂഢൻ കൂടിയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ഫാസിസ്റ്റിന്റെ മുഖഭാവത്തോടുകൂടി പിക്കാസോയോട് ചോദിച്ചു, യു ഡിഡ് ഇറ്റ്, നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പിക്കാസോ പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പ്രസിദ്ധമാണ്. പിക്കാസോ പറഞ്ഞു, അല്ല, ഞാനല്ല ഇത് ചെയ്തത്, ഇത് നിങ്ങളാണ് ചെയ്തത്. ഗുർണിക്കയെ തീപിടിപ്പിച്ച പൈശാചികമായ ആക്രമണം നിങ്ങളാണ് നടത്തിയത്, അതിന്റെ ഫലമാണ് ഈ ചിത്രം എന്ന് ദ്യോതിപ്പിക്കുകയായിരുന്നു പിക്കാസോ എന്ന കാര്യം വളരെ പ്രസിദ്ധമാണ്. പിക്കാസോയുടെ ഗോർണിക്കയെ മുൻനിർത്തിയിട്ടുള്ള ഈ ചെറു ചിന്തയിൽ നിന്നും മഹാരാജാസ് കോളേജ് നിൽക്കുന്നതിന് വളരെ അടുത്തായി നടന്ന ഒരു കലാവിഷ്കാരത്തിലേക്ക് എൻ്റെ ഓർമ്മ സഞ്ചരിക്കുകയാണ്. അവിടെയും കവിതയുടെയും കലയുടെയും അതിലുള്ള സർഗാത്മകതയുടെ സഞ്ചാരം കാണാൻ കഴിയും. പ്രശസ്തനായ സ്പാനിഷ് കവി, ചിലിയൻ കവി റൗൾ സുരിത്തയുടെ കവിതയും കലാവിഷ്കാരവും ലയിച്ചു ചേർന്ന സീ ഓഫ് പെയിൻ എന്ന ആവിഷ്കാരം, അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി മുസൂരിസ് ബിനാലയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിലെ ഒരു വേദിയിൽ തയ്യാറാക്കപ്പെട്ടതാണ്. സീ ഓഫ് പെയിൻ എന്ന ആ കലാവിഷ്കാരം അഭയാർത്ഥികളുടെയും അധിനിവേശം നടത്തുന്നവരുടെയും ലോകത്തെക്കുറിച്ചുള്ള ഒരു കവിയുടെ കാഴ്ചപ്പാടാണ്. ഇൻസ്റ്റലേഷൻ എന്ന കലാരൂപം നിങ്ങൾ ചിലത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് കുറ്റബോധം തോന്നണം. ഇത്ര മഹാനായ ഒരു കവിയുടെ ഇത്ര പ്രസിദ്ധമായ ഒരു കലാവിഷ്കാരം നമ്മുടെ പട്ടണത്തിൽ നടന്നിട്ടും നമുക്കത് കാണാൻ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവണം. കാണാൻ പോകാൻ കഴിയാതെ പോയവരെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത് കേട്ടോ, ക്ഷമിക്കണം. എന്താ അവിടെ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഒരു ചെറിയ ദീർഘചതുരാകൃതിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കി. നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുമല്ലോ, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കി ഒരു കെട്ടിടത്തിൽ ഫോർട്ട് കൊച്ചി. എന്നിട്ട് നമ്മുടെ കൊച്ചി കായലിൽ നിന്നും, കൊച്ചി കായൽ എന്ന് പറഞ്ഞാൽ അറബിക്കടലുമായി ചേർന്ന് കിടക്കുന്നതാണ് കൊച്ചി കായൽ, ആ കൊച്ചി കായലിലെ വെള്ളം അദ്ദേഹം കൊണ്ടുവന്ന് നിറച്ചു. ഈ പ്രതിഷ്ഠാപന കല അനുഭവിക്കാൻ ചെല്ലുന്നവർ ചെരിപ്പൂരി പുറത്തിട്ടിട്ട് ഈ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിലൂടെ ഒന്ന് നടക്കണം, കാല് ആ വെള്ളത്തിൽ നനയണം. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവിടെ ഭിത്തിയിൽ റൗൾ സുരിത്ത എന്ന ഈ ചിലിയൻ കവിയുടെ കവിതാ വരികൾ നമ്മൾ വായിക്കേണ്ടത്. അവിടെ എഴുതി വച്ചിട്ടുള്ളത്, അലാൻ കുർദി എന്ന് പറയുന്ന ആ കൊച്ചു കുഞ്ഞ് തുർക്കി കടൽ തീരത്ത് മുഖം കടൽ തീര മണ്ണിൽ പൂഴ്ത്തിക്കിടക്കുന്ന ആ ചിത്രം നമ്മളെല്ലാം കണ്ടതോർക്കുന്നില്ലേ? അഭയാർത്ഥി പ്രവാഹത്തിന്റെ നാളുകളിൽ സിറിയയിൽ നിന്ന് കടൽ കടന്ന്
എവിടെങ്കിലും ഓടിച്ചെന്ന് ജീവിതം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള യാത്ര. ആ യാത്രക്കിടയിൽ അവർ സഞ്ചരിച്ച നൗക മുങ്ങി. അലാൻ കുർദി മരിച്ചു വീണത് ലോകത്തിന്റെ മുഴുവൻ ഓർമ്മയിലുണ്ട്. എന്നാൽ അലാൻ കുർദിയുടെ മൂത്ത ചേട്ടൻ 5 വയസ്സുകാരനായ ഗാലിബ് കുർദി, ആ ഗാലിബ് കുർദിയും ഇതേ അപകടത്തിൽ മരിക്കുകയുണ്ടായി. 1.5 വയസ്സിന്റെ വ്യത്യാസമുള്ള 2 സഹോദരന്മാർ മരണമടഞ്ഞ ആ സംഭവത്തിൽ അലാൻ കുർദി നമ്മുടെ എല്ലാം ഓർമ്മയിലും ദുഃഖത്തിലും സ്ഥാനം പിടിച്ചു. അലാൻ കുർദിയുടെ കുഞ്ഞു ചേട്ടൻ ഗാലിബ് കുർദി നമ്മുടെ ഒന്നും ഓർമ്മയിൽ വന്നില്ല. അപ്പൊ നമ്മൾ അറിയുന്ന ദുഃഖാനുഭവമുണ്ട്, നമ്മൾ അറിയാത്ത ദുഃഖ അനുഭവമുണ്ട്. നാം കണ്ണുനീര് തൂകേണ്ടത് നമ്മുടെ അറിവിൽപ്പെട്ട മരണങ്ങൾ, അറിവിൽപ്പെട്ട വേർപാടുകൾക്ക് മാത്രമല്ല, നാം അറിയാത്ത വേർപാടുകൾക്കും ദുഃഖിക്കുകയും അനുശോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ആശയം. ഈ സീ ഓഫ് പെയിൻ, സങ്കടത്തിന്റെ കടൽ, സങ്കടക്കടൽ എന്ന് വിളിക്കാവുന്ന ഈ കലാ പ്രതിഷ്ഠാപനം ചിലിയൻ കവി നടത്തിയത് സമൂഹത്തിലെ അനുഭവങ്ങളോട് കല എങ്ങനെ പ്രതികരിക്കണം, കലാകാരൻ എങ്ങനെ പ്രതികരിക്കണം എന്നതിൻ്റെ ശക്തമായ മറ്റൊരു നേരെ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കലയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച്, യുഗിച്ചേരലിനെ സംബന്ധിച്ച്, പിണങ്ങി നിൽക്കലുകളെ സംബന്ധിച്ചെല്ലാം ഒരുപാട് സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ട്. കലയെക്കുറിച്ച് തന്നെ എത്ര സിദ്ധാന്തങ്ങളാണുള്ളത്, സമൂഹത്തെക്കുറിച്ച് എത്ര നിർവചനങ്ങളും സിദ്ധാന്തങ്ങളുമാണുള്ളത്. ഇതിനെല്ലാം ചേർത്ത് വെച്ച് വേണമെങ്കിൽ അപഗ്രഥിക്കാം. അത്തരം അപഗ്രഥനങ്ങളിലേക്ക് പോകാൻ അതിനുള്ള പാണ്ഡിത്യം എനിക്കില്ല, അതെന്റെ മേഖലയല്ല. പക്ഷെ എൻ്റെ എളിയ കലാനുഭവങ്ങളെ മുൻനിർത്തി, എൻ്റെ എളിയ കലാനുഭവങ്ങൾ എങ്ങനെ സമൂഹത്തെ പ്രതിഫലിപ്പിച്ചു, എങ്ങനെ സമൂഹത്തെക്കുറിച്ച് പുതിയ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്നു എന്ന ഒരു പരിശോധനയാണ് ഞാൻ നടത്താൻ ഒരുമ്പെട്ടത്. ഇക്കൂട്ടത്തിൽ ഞാൻ നേരത്തെ പരാമർശിച്ച റിയാസ് കോമു എന്ന മലയാളിയായിട്ടുള്ള കലയെഴുത്തുകാരൻ, കലാകാരനെ എഴുത്തുകാരൻ എന്നുകൂടി പറയാം. ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും കലാകാരന്മാർ ജീവിതം എഴുതുകയാണ്, ദർശനം എഴുതുകയാണ്. റിയാസ് കോമുവിന്റെ ഡൽഹിയിലെ ഒരു പ്രതിഷ്ഠാപന കലാവിഷ്കാരം ഹോളി ശിവർ എന്ന പേരിൽ വന്നതാണ്. അതിനെക്കുറിച്ചുള്ള കുറെ പഠനങ്ങളും എഴുത്തുകളും എല്ലാം ഇതിനകം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അന്ന് ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഈ കലാവിഷ്കാരത്തിൽ എങ്ങനെ ഭരണകൂട ഭീകരത മനുഷ്യന്റെ ജീവിച്ചിരിക്കാനുള്ള അവകാശത്തിന് മേൽ കൈകടത്തുന്നു, പഹ്ലൂഖാനെ പോലെ കൊല ചെയ്യപ്പെട്ട അന്തിമ വിശകലനത്തിൽ എന്റെയും നിങ്ങളുടെയും കൂടപ്പിറപ്പുകളാണ്. നല്ലതും ചീത്തയുമായ എന്തനുഭവം ലോകത്തിന്റെ ഏത് കോണിൽ ഒരു മനുഷ്യൻ നേരിടുമ്പോഴും അല്ലെങ്കിൽ അനുഭവത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോഴും അവരെ നമ്മുടെ കൂടപ്പിറപ്പുകളായി കാണാൻ നമുക്ക് കഴിയണം. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിടുകയാണെന്ന് തുടങ്ങുന്ന NV കൃഷ്ണവാര്യരുടെ വരികൾ നമ്മുടെ ഒരു ജീവിതബോധത്തിന്റെ കൂടെ പ്രഖ്യാപനമാണ്. അങ്ങനെ കണ്ടാൽ ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹോളി ശിവർ എന്ന റിയാസ് കോമുവിന്റെ ഈ പ്രതിഷ്ഠാപന കലയിൽ ഇന്ത്യ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ,
ജീവിച്ചിരിക്കാനുള്ള അവകാശത്തിന് മേലെ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് രൂപകങ്ങളിലൂടെ പ്രതീകങ്ങളായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യനെ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ക്രൂരമായ ചില സംവിധാനങ്ങൾ, അതിന്റെ രൂപകങ്ങളും ഈ ഹോളി ഷിവർ എന്ന പ്രതിഷ്ഠാപന കലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത്, ഇതെല്ലാം ആകർഷിച്ചതാണ്, ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ചും ആ അവസ്ഥകളുടെ മാറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതീകാത്മകമായി പ്രതിപാദിക്കുന്ന, ഞാനും നിങ്ങളും എന്നും ഓർക്കേണ്ട, ഇന്ത്യൻ സമൂഹത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച് പൊരുതി നമ്മളെ വിട്ടുപിരിഞ്ഞ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ, മഹാത്മാഗാന്ധിയും ഭീമറാവു അംബേദ്കറും. ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോഗ്രാഫുകൾ, അവരുടെ ചിത്രങ്ങൾ പരസ്പരം ലയിക്കുന്നതിനിടയിൽ ആദ്യം മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനുള്ളിൽ വേണ്ടത്ര കാണാത്ത വിധം കാണാവുന്ന അംബേദ്കറുടെ ചിത്രം, മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ വേണ്ട പോലെ വേർതിരിഞ്ഞ് കാണാൻ പറ്റാത്ത വിധം ലയിച്ചു കിടക്കുന്ന അംബേദ്കറുടെ ചിത്രം. പിന്നെ പിന്നെ അത് മാറി മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ തെളിമയോടുകൂടി കടന്നു വരുന്ന അംബേദ്കറുടെ ചിത്രം. പിന്നീട് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തെക്കാളും മുന്നിലേക്ക് വെളിപ്പെട്ടു വരുന്ന അംബേദ്കറുടെ ചിത്രം. ആ ചിത്ര പരമ്പര നൽകുന്ന വലിയൊരു ആശയമുണ്ട്. അധകൃതരും കോട്ട് അധകൃതർ എന്ന് പറയുന്നത്, അധകൃതർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ അംഗീകരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ നിലവിലുള്ള അളവുകോലുകൾ വെച്ച് അധകൃതർ എന്ന് മുദ്രയടിക്കപ്പെടുന്നവർ, എന്നെക്കാളും നിങ്ങളെക്കാളും ഒട്ടും കുറഞ്ഞ മനുഷ്യരല്ല അവർ. മനുഷ്യരെല്ലാം തുല്യരാണ്. നിറമോ വംശമോ ഭാഷയോ ദേശമോ ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അടിച്ചമർത്തപ്പെടുന്നവരുടെ മോചനം, സാമ്പത്തികവും സാമൂഹ്യവും ആയ മോചനം രാഷ്ട്രീയമായ മോചനത്തോടൊപ്പം പ്രധാനമാണ് എന്ന് പറഞ്ഞ അംബേദ്കറെ, ആ അംബേദ്കറാണ് ഇന്നത്തെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നാം യോജിച്ച് നടത്തേണ്ട സമരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചിന്താപ്രവാഹമായി കടന്നു വരേണ്ടത് അംബേദ്കർ മുന്നോട്ട് വെച്ച ചിന്തകളിൽ നിന്നും സ്ഫുടഭാഗം ചെയ്തെടുക്കേണ്ട, ശാസ്ത്രീയമായി നമ്മൾ സ്വാംശീകരിക്കേണ്ട കുറെ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടാതെ വർഗപരമായ അടിച്ചമർത്തലുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം മാത്രം മുന്നോട്ട് നീങ്ങിക്കൂടാ എന്നെല്ലാമുള്ള സംവാദമുണ്ട്. റിയാസ് കോമുവിന്റെ ഈ പ്രതിഷ്ഠാപന കല ഈ വിഷയങ്ങൾ മുഴുവൻ സമഗ്രമായി ഹോളി ഷിവർ എന്ന അദ്ദേഹത്തിന്റെ പ്രദർശനത്തിൽ ഗൗരവമായി ഇന്ത്യയുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യും. അത് ഇന്ത്യയുടെ മാത്രം സാമൂഹ്യ യാഥാർത്ഥ്യമല്ല, മനുഷ്യ സമൂഹത്തിന്റെ ജീവിത സത്യങ്ങളാണ്. ലോകത്തിന്റെ ഏത് കോണിലും അത് പ്രസക്തമാണ്. അവിടെയാണ് കലയും സമൂഹവും തമ്മിലുള്ള സംവാദം അർത്ഥപൂർണമാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. 2019 പുറത്തു വന്ന ഒരു സിനിമയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കൃതിയെ ആസ്പദമാക്കി അപർണ സെൻ രചിച്ച സിനിമ ഖരേ ഖരേ ബൈരേ ആജ്. യഥാർത്ഥത്തിൽ സത്യജിത് റേ നേരത്തെ ഈ ടാഗോർ രചനയെ ആസ്പദമാക്കി ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. എന്നാൽ അപർണ സെൻ മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ടാഗോറിന്റെ കൃതിക്ക് പുതിയൊരു വ്യാഖ്യാനം നൽകുകയാണ്. കലാകാരന്മാർക്ക് താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക്, തനിക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയെ തൻ്റെ കാലഘട്ടത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയും എന്ന് മറ്റു പല കലാകാരന്മാരും കലാകാരികളും മുമ്പ് തെളിയിച്ചതാണ്. അപർണ സെന്നും ഈ രചനയിലൂടെ ഇതേ കർമ്മം തന്നെയാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്.
ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചെണ്ട എന്ന് പറയുന്ന രചന ഈ സാഹചര്യത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം പുനർപാരായണം ചെയ്യേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ആ കവിതയിലേക്ക് കടന്നു പോകാൻ എന്നെ ഞാൻ തന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിലും ആ പ്രലോഭനത്തെ ഞാൻ തന്നെ അടക്കുകയാണ്. ചെണ്ട പറഞ്ഞു പശുവായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കവിത നിങ്ങളെല്ലാം അത് വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുക. സമൂഹത്തോട് കലാകാരന് എഴുത്തുകാരന് പറയാനുള്ള കാര്യങ്ങൾ വളരെ ദാർശനിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ. പശുവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ പശു ഇറച്ചി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പഹ്ലു ഖാനെ കൊന്നുകളഞ്ഞത്. അപ്പോ പശു ഉത്തരേന്ത്യയിൽ ഒരുപാട് പേർക്കൊരു ജീവൻ മരണ പ്രശ്നമാണ്. പശുവിനെ എന്തെങ്കിലും ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടാൽ ആളുകൾ കൂടി അയാളെ കൊന്നുകളയും. അത്തരമൊരു സമൂഹമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ജന്തുഹിംസയോട് ചരിത്രത്തിൽ ഇന്ത്യ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പിന്തുടർന്നു പോകുന്നത് സമീപനം? ഇതെല്ലാം ആ ചെറു കവിതയിൽ, ആ ചെറിയ വലിയ കവിതയിൽ അവതരിപ്പിക്കാൻ മഹാരാജാസ് കോളേജിന്റെ ഒരു സന്താനം കൂടിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. പ്രൊഫസർ എസ് ജോസഫിന്റെ ഏതെങ്കിലും കവിത ഈ സന്ദർഭത്തിൽ പരാമർശിക്കാൻ ഞാൻ ഉരുമ്പെടാത്തത് നിങ്ങളെല്ലാം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം ഈ പരിപാടിയുടെ തന്നെ മുഖ്യ സംഘാടകന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് അത്തരമൊരു പരാമർശത്തിൽ ഞാൻ ഉരുമ്പെടുന്നില്ല. മലയാള കവിതയുടെ വലിയ കരുത്താണ് പ്രൊഫസർ എസ് ജോസഫിന്റെ കാവ്യാവിഷ്കാരങ്ങളിലൂടെ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി ഞാൻ എത്ര നേരം സംസാരിക്കണമെന്ന് ആദ്യം എന്നോട് പറയാതിരുന്നത് അബദ്ധമായി പോയോ എന്ന് ഇപ്പോൾ പ്രൊഫസർ ജോസഫും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായ മറ്റു സുഹൃത്തുക്കളും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എത്ര സമയം കൂടി എനിക്ക് എടുക്കാം? അതോ ഇനി കഴിവതും 5-10 മിനിറ്റ്? ഹലോ, സംസാരിച്ചോളൂ സാറേ. അല്ല അത് ശരി. അല്ല, സംസാരിച്ചോളൂ എന്ന് പറഞ്ഞതിന് ഞാൻ ദുരുപയോഗപ്പെടുത്തി ഒരുപാട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ സംസാരം തീരാറായി. ഇപ്പൊ തന്നെ ഞാൻ അധികമായി പോയിട്ടുണ്ടോ എന്നുള്ള സംശയം. ഇല്ല സാർ കൺക്ലൂഡ് ചെയ്തോളൂ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ. കലയുടെ മുന്നിലുള്ള വളരെ വലിയൊരു പ്രശ്നമായി എനിക്ക് തോന്നുന്നത് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങളെ ആ കലാരൂപത്തിന്റെ വ്യാകരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും എന്ന ചോദ്യം കലാകാരന്മാരുടെ മുമ്പിൽ, എഴുത്തുകാരുടെ മുമ്പിൽ ഒക്കെ വളരെ ഗൗരവമായിട്ട് ഉയർന്നു വരുന്ന ഒന്നാണ്. അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ അഭിമാനമായ വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹം ഒരു കലാകാരനോ സാഹിത്യകാരനോ എങ്ങനെ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ സഹായകമായ ആശയങ്ങൾ മനസ്സിൽ തട്ടുന്ന വിധം എങ്ങനെ കൈമാറാൻ കഴിയും എന്നതിന് എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ മാതൃക വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്ക് ഓർമ്മയുണ്ട്. ജീവിതം ഒരു അനുഗ്രഹമാണ്, ഇത് ശാപമാക്കരുത് ഓർക്കുക. ജീവിതം ഒരു അനുഗ്രഹമാണ്, ഇത് ശാപമാക്കരുത് ഓർക്കുക എന്നതാണ് വരിക. സമഗ്രമായൊരു ജീവിത ദർശനം
അത് പകരുന്നുണ്ട്. ജീവിതം ഒരു അനുഗ്രഹമാണ്, ഒരു വരമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. നമ്മുടെ ജന്മത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മൾ സാധാരണ ആലോചിക്കാറില്ലെങ്കിൽ അഹങ്കാരികളായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ള മട്ടിലാണ് നമ്മൾ നടക്കുന്നത്. അല്ല, നമുക്ക് കിട്ടിയതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്കും അവരനും മറ്റുള്ളവർക്കും ഗുണകരമായിട്ട് നമ്മുടെ ജീവിതം ഉപയോഗിക്കാം? കലാസൃഷ്ടിയിലൂടെ, സാഹിത്യ സൃഷ്ടിയിലൂടെ, സാമൂഹ്യ ജീവിതത്തിലൂടെ ഈ ഒരു ആശയമാണ് നമ്മൾ കൈമാറേണ്ടത്. എന്നാൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആഘാതമേൽപ്പിക്കുന്ന വിധത്തിൽ എങ്ങനെല്ലാം ആരെല്ലാം ജീവിക്കുന്നു, പെരുമാറുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ. ഈ ജീവിതം ഒരു അനുഗ്രഹമാണ്, ഇത് ശാപമാക്കരുത് എന്ന ആശയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലൂടെയും വികസിപ്പിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. ഒരു കഥയിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമായിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ നന്മ ചെയ്യാൻ കഴിയുക? നന്മയുടെ ഒരു നിർവചനം വരുന്നുണ്ട് ബഷീറിന്റെ ഒരു കഥയിൽ. എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റുക മറ്റുള്ളവർക്ക്? ബഷീറിന്റെ കഥാപാത്രത്തിന്റെ മറുപടി, അത് ബഷീറിന്റെ മറുപടി തന്നെയാണ്. എന്താ? വെള്ളം കിട്ടാതെ വാടി നിൽക്കുന്ന ഒരു ചെടിക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അത് നന്മയാണ്. വഴിയിൽ ഒരു മുള്ള് കിടക്കുന്നത് കണ്ടു, ആ മുള്ളെടുത്ത് ആരുടെയും കാലിൽ കൊള്ളാത്ത വിധം മാറ്റി വഴിയിൽ നിന്ന് മാറ്റിയിടുക. ഇവിടെ വലിയൊരു ദർശനമാണ് ബഷീർ പറയുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ചെടിക്ക് വെള്ളം കൊടുക്കുക എന്നതിലൂടെ പ്രതീകാത്മകമായി ബഷീർ അവതരിപ്പിച്ചത്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് വേറൊരാളിന്റെ കാലിൽ മുള്ളുകൊള്ളാതെ നോക്കുക, മറ്റൊരുവിനെ കാവലിരിക്കുക, സംരക്ഷകനാകുക, മറ്റൊരാൾക്ക് അഭയമാവുക. അതാണ് മനുഷ്യന്റെ ചുമതല. ഇതേ ആശയം തന്നെയാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ബഷീർ മറ്റൊരു രൂപത്തിൽ വികസിപ്പിക്കുന്നത്. അപ്പോൾ കലാകാരന്, കലാകാരിക്ക്, കാരണം കലാകാരൻ എന്ന് മാത്രമേ നമ്മൾ പറയൂ, കലാകാരി എന്ന് കൂടി ഓർക്കണം എന്നുള്ളതും ആധുനിക കാലഘട്ടത്തിലെ ഒരു തിരിച്ചറിവാണ്. അപ്പോ ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മളുടെ ഒരു ജീവിത വീക്ഷണം എന്തായിരിക്കണം? നമുക്കൊരു ജീവിത വീക്ഷണം ഉണ്ടാവണം. ജീവിതം മാത്രം ഉണ്ടായാൽ പോരാ, ജീവിതത്തിനൊരു ജീവിത വീക്ഷണം കൂടി ഉണ്ടാവണം. അതാണ് കലാകാരന്മാരും എഴുത്തുകാരും നൽകുന്നത്. നാം ജീവിക്കുന്ന കാലഘട്ടം മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള അതിക്രമങ്ങളും വേർതിരിവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനെതിരായിട്ട് ജനങ്ങളെ ജാതിമത വംശ വർണ്ണ ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ യോജിപ്പിക്കുവാൻ കലയ്ക്കും സാഹിത്യത്തിനും ഒരു പങ്ക് വഹിക്കാൻ. ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ആശയത്തിന് പ്രസക്തിയുണ്ട്. ഒരു കല്ലെടുത്ത് വെച്ച് അതിനെ ആരാധനാലയമാക്കി മാറ്റിയ ജാലവിദ്യക്കാരനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു വലിയൊരു ജാലവിദ്യക്കാരനായി. ഒരു എടുത്ത് വെച്ചിട്ട് അതിനെ ഒരു ആരാധനാലയമാക്കി എഴുതി വെച്ച വരികൾ 4 വരികളുണ്ട്. അത് ഞാൻ പറഞ്ഞ് ആ സമയം ഞാൻ ലാഭിക്കുകയാണ്. അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പറഞ്ഞു, ആരാധനാലയങ്ങളല്ല വേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണ്ടത്. അതൊരു ദാർശനികമായ നിലപാടാണ്. എന്നാൽ ഇന്ന് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധനാലയങ്ങളെ കുറിച്ച് ഇപ്പൊ പറയുമ്പം എനിക്ക് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു ആരാധനാലയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രങ്ങളിലുണ്ട് ഹേഗിയ സോഫിയ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ഇസ്താൻബുളായി. ആ ഇസ്താൻബുൾ സന്ദർശിച്ചപ്പോൾ ഈ ഹാഗിയ സോഫിയെ കാണാൻ വേണ്ടി ഞാൻ പോയി.
ഇസ്താൻബുളിൽ പോയാൽ എല്ലാവരും നിർബന്ധം പോകേണ്ട ഒരു സ്ഥലമാണ് ഹേഗിയ സോഫിയ. പ്രശസ്ത ചരിത്രകാരനായ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ പണിക്കർ സാർ എന്നോട് പറഞ്ഞു, ബേബി ഇസ്താൻബുളിൽ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പറഞ്ഞു ഹേഗിയ സോഫിയ കണ്ടിരിക്കണം. അവിടെ ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം എനിക്ക് വലിയ അഭിമാനകരമായിരുന്നു. എന്നാൽ ഇന്ന് ആ അഭിമാനം മാറുകയാണ്. ഹേഗിയ സോഫിയയിൽ ചെന്നപ്പോൾ എനിക്ക് കണ്ട അഭിമാനം എന്താണ്? ഒരിക്കലത് ക്രിസ്ത്യൻ ആരാധനാലയമായിരുന്നു. പിന്നീട് ഹോളി റോമൻ എംപയറിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം അത് ഒരു ഇസ്ലാമിക ആരാധനാലയമായി മാറി. എന്നാൽ കമാൽ അതുർക്കിന്റെ കാലത്തിന് ശേഷം അതൊരു മ്യൂസിയമായി മാറി. ആ മ്യൂസിയമായിരിക്കുമ്പോഴാണ് ഞാനത് കാണാൻ വേണ്ടി പോയത്. അപ്പൊ അവിടെ എന്തെല്ലാം കാണാൻ കഴിഞ്ഞു? മദർ മേരിയുടെ ഫ്രസ്കോ പെയിന്റിങ് കാണാം. പ്രവാചകനെ കുറിച്ച്, മഹാനായ പ്രവാചകനെ കുറിച്ചുള്ള വരികൾ അറബിക്കിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കാണാം. ഇതെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പത്രത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചു, അവിടെ തുർക്കിയിലെ നരേന്ദ്രമോദിയല്ല, അവിടെ എർദോഗൻ തീരുമാനിച്ചിരിക്കുന്നു ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയായിട്ട് മാറാൻ. കുരിശുയുദ്ധങ്ങൾ നടന്നു. പുണ്യഭൂമി പിടിക്കാൻ വേണ്ടി കുരിശുയുദ്ധങ്ങൾ നടന്നതുപോലെ ഒരു സാംസ്കാരിക കുരിശുയുദ്ധമായിട്ട് ഇത് മാറുമോ? ഹേഗിയ സോഫിയയുമായി ബന്ധപ്പെട്ട തർക്കം ഇത് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും ആവശ്യപ്പെടുന്ന അനുഭവമാണ്. ഞാൻ എൻ്റെ എളിയ അവതരണം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത്. സമൂഹത്തിൽ കലാകാരന്മാർക്ക്, എഴുത്തുകാർക്ക് എപ്പോഴും നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രശ്നം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നേരെയുള്ള കൈകടത്തലുകളാണ്, വെല്ലുവിളികളാണ്. ഇവിടെ കലാകാരന്മാരും എഴുത്തുകാരും എല്ലാം അഭിപ്രായം പറയുമ്പോൾ, ചിത്രം വരയ്ക്കുമ്പോൾ, മീശ എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ എല്ലാം നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ. ഞങ്ങളുടെ ഒന്നും വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൂടാ നിങ്ങൾ ചിത്രം വരച്ചാൽ. ഇങ്ങനെ പറയുന്നവരോട് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഈ സമൂഹത്തിലെ ഒരു എളിയ പൗരൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കലാകാരന്മാരും എഴുത്തുകാരുമെല്ലാം ഗൗരവത്തോടും സൂക്ഷിച്ചും വേണം അവരുടെ സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ, ചിത്രം വരയ്ക്കാൻ, കവിത എഴുതാൻ, കഥ എഴുതാൻ എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്. പക്ഷെ അവരെന്തെങ്കിലും എഴുതുകയോ എന്തെങ്കിലും വരയ്ക്കുകയോ ചെയ്താൽ തകർന്നു പോകുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബാധകമാണ്. ഇപ്പോൾ CPIM വിമർശിച്ച് ഒരു കാർട്ടൂൺ വരച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടന ഘോഷയാത്ര നടത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാർട്ടൂണിനെ കാർട്ടൂണായിട്ട് കാണണം. കാർട്ടൂണിനോട് അല്ലെങ്കിൽ ചിത്രത്തോട്, ഒരു കഥയോട്, കവിതയോട് അത് നിങ്ങളെ വിമർശിച്ചതായതിന് കൊണ്ട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വേറൊരു കാർട്ടൂൺ വരച്ച്, വേറൊരു കവിത എഴുതി, വേറൊരു ലേഖനം എഴുതി, ഒരു നിരൂപണ ലേഖനം എഴുതി അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിയോജിപ്പ് നിങ്ങൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെ നിരോധിക്കണം, അതിനെ പിൻവലിക്കണം, അത് പ്രകാശിപ്പിക്കപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ടല്ല. നമ്മുടെ നാട് എന്തെല്ലാം കേട്ടിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാട് എന്നൊരാൾ ജീവിച്ച നാടല്ലേ കേരളം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുകയാണ് എന്ന് പറഞ്ഞയാളാണ് VT ഭട്ടതിരിപ്പാട്, അല്ലേ? എറണാകുളത്ത് കുറച്ചപ്പം വടക്കംപറവൂരിൽ ജനിച്ചയാളാണ് P കേശവദേവ്. രാമായണവും മഹാഭാരതവും ഒക്കെ ചുട്ടീകരിക്കണമെന്ന് പറഞ്ഞയാളാണ് P കേശവദേവ്. ഉച്ചത്തിൽ പറഞ്ഞയാളാണ്. അങ്ങനെ പറഞ്ഞത് ആ കൃതികളിൽ ചുട്ടീകരിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ആ കൃതികളിൽ അദ്ദേഹം കാണുന്ന ചില തെറ്റായ ജീവിത മൂല്യങ്ങൾ അത് അംഗീകരിക്കേണ്ട എന്നാണ്. അതിനകത്ത് ജീവിത മൂല്യങ്ങൾ ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലെന്നും കേശവദേവ് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം സമൂഹത്തെ ഇളക്കിമറിക്കുന്ന ആശയങ്ങൾ, ചിന്തകൾ അത് അവതരിപ്പിക്കാൻ കലാകാരനും എഴുത്തുകാരനും എഴുത്തുകാരിക്കും ഉത്തരവാദിത്വമുണ്ട്.
അതിനെ ആ അർത്ഥത്തിൽ കാണാനുള്ള സാംസ്കാരികമായ പക്വത സമൂഹത്തിനുണ്ടാകണം. അല്ലാതെ ഞങ്ങളുടെ വികാരം വ്രണപ്പെട്ടു എന്ന നിലയിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് കലാകാരിയും എഴുത്തുകാരും ഇത്തരത്തിലുള്ള ക്ഷോഭം കണ്ട് ഭയപ്പെടാനും പാടില്ല. ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യത്തോടു കൂടി വേണം കലയുടെയും സർഗാത്മകതയുടെയും ലോകത്തേക്ക് പ്രതിഭാശാലികൾ കടന്നു വരാൻ എന്നുള്ളതും വളരെ പ്രധാനമാണ്. പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ഒരല്പം സമയം അധികം എടുത്തുപോയി. അതിന് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളുമായി കലയെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് ചില ചിതറിയ ചിന്തകൾ പങ്കുവെക്കാൻ ഇതുപോലൊരു സന്ദർഭം തന്ന മഹാരാജാസ് കോളേജിലെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ ഒരുപക്ഷെ നീണ്ടുപോയി ഈ പ്രസംഗം കൊണ്ട് ബുദ്ധിമുട്ടിലായ ഇതിൻ്റെ സാങ്കേതിക സംഘാടക ജൂലിയ ഡേവിഡിനോടും ഒക്കെ നന്ദിയും ക്ഷമയും ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, സ്നേഹം. നന്ദി സർ. നമ്മുടെ ഈ പരിപാടി ഒരു 5:15 വരെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതില് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് പ്രതികരണങ്ങളാണ്. സാറിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ജോസഫ് സാറിനെ ഔപചാരികമായി പ്രതികരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ജോസഫ് സാർ കേൾക്കാമോ? ജയകുമാർ സാറിനെ കാണുന്നില്ല. ജയകുമാർ സാർ ഉണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇടയ്ക്ക് വന്ന് പക്ഷെ പോയി തോന്നുന്നു. ആണോ? എന്റെ സംസാരം അസഹനീയമായിട്ട് പോയതാണോ? അതല്ല, സാറ് കോളേജിൽ ഇരിക്കുകയാണ്. കോളേജിൽ ഇരുന്ന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ്. ശരി, അപ്പൊ ഞാന് പ്രതികരണം കേൾക്കാമോ? കേൾക്കാം. പ്രതികരണം എന്നുള്ള നിലയിൽ ഇപ്പം ഞാൻ എന്താ പറയുക, ബേബി സാറിനെ പോലെ ഒരാള് അത് കൃത്യമായി ലളിതമായി വേണ്ടവണ്ണം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനോട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പീച്ച് ആയിരുന്നു. കാരണം അത് ഒന്നാമത് ചിത്രകലയെ കുറിച്ച് പറഞ്ഞു, പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു മോണുമെന്റിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് എല്ലാ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ഒക്കെ അതീതമായി പോകുന്ന കലയെക്കുറിച്ചും പറഞ്ഞു. സമൂഹവുമായിട്ട് കലയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് ഓർക്കുന്നത്, എനിക്ക് ചിത്രകലയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പം ഗോർണിക്ക എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത വേറെ 1-2 പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേകത ഞാൻ കാണുന്നതാണ്, ഒരു പത്രത്തിന്റെ കളറിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ പത്രം, നമ്മൾ ന്യൂസ് പേപ്പറല്ലേ, അതിന്റെ കളറിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്നത് ക്യൂബിസ്റ്റ് ശൈലിയിൽ ആണ് ചെയ്തിരിക്കുന്നത്. ക്യൂബിസ്റ്റ് ശൈലി എന്ന് പറയുമ്പോൾ പല പെർസ്പെക്റ്റീവുകൾ, പല വശങ്ങൾ ഒരേ പ്രതലത്തിൽ കൊണ്ടുവരുന്ന ചിത്രകല ഒരു 2 ഡയമെൻഷണൽ ആർട്ടാണ്. അതിൽ പല ഡയമെൻഷൻസ്, പല പെർസ്പെക്റ്റീവുകൾ ഒരേ പ്രതലത്തിൽ കൊണ്ടുപോകുന്ന രീതിയിൽ സമഗ്രമായ ഒരു അവതരണമാണ് അതിലൂടെ നടത്തിയിട്ടുള്ളത്. ഈ ചിത്രം മാത്രമല്ല, അവിഞ്ഞോണിലെ സുന്ദരികൾ എന്ന് പറയുന്ന ഒരു ചിത്രവും അദ്ദേഹം വരച്ചിട്ടുണ്ട്. ഡാംസെസ് ഡി അവിഞ്ഞോൺ എന്നാണ് അതിന്റെ പേര്, ഫ്രഞ്ചിലുള്ള പേര് അങ്ങനെയാണ്. അവിഞ്ഞോണിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ കുറിച്ചുള്ള ചിത്രമാണ്. അതും വളരെ ഗംഭീരമായ ചിത്രമാണ്. പിന്നെ റിയാസ് കോമുവിന്റെ പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. റിയാസ് കോമു വളരെ നമ്മുടെ ചെറുപ്പക്കാരായ ചിത്രകാരന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ഒരു ചിത്രകാരനാണ്. ഇതൊന്നും ഈ നമ്മളുടെ സാഹിത്യം പഠിക്കുന്നവർക്ക് പൊതുവെ ഇത് അറിയണമെന്നില്ല. അപ്പം സുരേന്ദ്രൻ നായരുടെ ഒരു പെയിന്റിങ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പന്നിയുടെ പൊക്കിൾ കൊടിയിൽ നിന്നും ഒരു താമര വിടരുന്നതായിട്ടുള്ള ഒരു ചിത്രമുണ്ട് അദ്ദേഹം, സുരേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു ചിത്രകാരന്. അങ്ങനെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നം, ഇപ്പൊ ടെററിസത്തെ കുറിച്ച് ഷിബു നടേശൻ ചെയ്തൊരു ചിത്രമുണ്ട്. ഒരാളൊരു പോലീസുകാരനാണെന്ന് തോന്നുന്നു, ഒരു പട്ടിയുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ചിത്രം. അതുപോലെ TV സന്തോഷിന്റെ ചിത്രങ്ങളുണ്ട്. ഇങ്ങനെ ഈ സമകാലീന ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന കലാകാരന്റെ ആ ഒരു പ്രതികരണം കൊടുക്കുന്ന ഒരുപാട് ചിത്രങ്ങളും സിനിമകളും അതുപോലെ ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പം ബിനാലെ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഈ മൾട്ടിമീഡിയയുടെ കവിത ഒരു വിഷ്വലായിട്ട്, ഒരു ഇൻസ്റ്റലേഷൻ ആയിട്ട് വരുമ്പോൾ സമകാലീന കലയിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻസ്റ്റലേഷനും കൺസെപ്ച്വലിസവും അതുപോലെ മൾട്ടിമീഡിയയുടെ ബന്ധവും. ഇപ്പൊ കവിതയാണെങ്കിൽ തന്നെ നമ്മൾ റിസൈറ്റ് ചെയ്യുന്നു, അങ്ങനെ പാടി അവതരിപ്പിക്കുന്നു, ഡാൻസ് ചെയ്ത് അവതരിപ്പിക്കുന്നു, സ്വന്തം ശരീരത്തിൽ പെയിന്റ് ചെയ്യുന്നു, അതൊരു പ്രതികരണമായിട്ട് മാറുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇക്കാലത്ത് കലാകാരന്മാർക്കുണ്ട്. അപ്പം നമ്മളിപ്പോ ഇന്റർനെറ്റിൽ ഒരുപാട് കവിതകൾ വായിക്കുന്നുണ്ട്. ഈ കവിത നിങ്ങൾ വായിച്ചാൽ അറിയാം, മഹത്തായ കവിതകളാണ് എന്ന്
ഒരു അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാൻ ചിലതൊക്കെ കൊള്ളാം, പക്ഷെ എല്ലാം ഒന്നും മഹത്തായതല്ലെങ്കിൽ പോലും അതിലൂടെ ഒരു മലയാള ഭാഷയുടെ ഒരു നാട്ടെഴുത്തിനെ അവരെല്ലാവരും തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. ഇങ്ങനെ ഈ മൾട്ടിമീഡിയയിൽ ബന്ധപ്പെട്ട് വരുന്ന എഴുത്തുകാർ, കവികളായിട്ടുള്ളവർ ഒന്നും തന്നെ അങ്ങനെ മലയാള സാഹിത്യം മാത്രം പഠിച്ചവരല്ല. അവർ എഞ്ചിനീയറിംഗ് പഠിച്ചവരും മറ്റു വിഷയങ്ങൾ പഠിച്ചവരും ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ ചെറുപ്പകാലത്ത് ഒരു മലയാളം കേട്ടും പഠിച്ചും ഒക്കെ അവര് മലയാളത്തെ മറന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. നമ്മൾ മലയാളം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വളരെയധികം ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബേബി സാറിന്റെ ഒരു സ്പീച്ചിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ സ്പീച്ചിന്റെ പ്രത്യേകത വളരെ ക്ലാരിറ്റി ഉള്ള ഒരു സ്പീച്ചാണ് അദ്ദേഹം നടത്തിയത്. വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. ആദ്യത്തെ ആമുഖം കഴിഞ്ഞിട്ട് കൃത്യമായി അദ്ദേഹം ഓരോന്നോരോന്ന് എടുത്തു കാട്ടി ഇസ്താംബൂളിലെ കാര്യവും അതുപോലെ ഇന്ത്യയിലെ സമകാലീന രാഷ്ട്രീയത്തിന്റെ ക്രൂഷ്യൽ പോയിന്റുകളെ കുറിച്ച്, ഒരു വശത്ത് ഗാന്ധിയും ഒരു വശത്ത് അംബേദ്കറും വരുന്ന ആ ഒരു തലത്തെക്കുറിച്ചും മറ്റുമൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതുപോലെ ഈ പ്രതികരണം, എഴുത്തുകാർക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയും. അതിനുവേണ്ടി മുമ്പും പി ഗോവിന്ദപിള്ള അദ്ദേഹവും ഒക്കെ തന്നെ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. ഹസൻ സാക്കീസിന്റെ ആ ഒരു പുസ്തകമുണ്ടല്ലോ, ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പലരും കലയുടെ ഒരു പരിരക്ഷയ്ക്ക് വേണ്ടി പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഓഷ്വിറ്റ്സിലെ സംഭവം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഓഷ്വിറ്റ്സ് ദർ ഇസ് നോ പോയട്രി എന്ന് പറയുന്നത് തിയോഡോ അഡോണയാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അപ്പം ഞാനെപ്പോഴും വാൾട്ടർ ബെഞ്ചമിന്റെ ആത്മഹത്യയെ കുറിച്ചാണ് ഓർക്കുന്നത്. ഈ ഫാസിസ്റ്റുകളെ പേടിച്ച് ആത്മഹത്യ ചെയ്ത ഒരു എഴുത്തുകാരനാണ് നവമാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള വാൾട്ടർ ബെഞ്ചാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഞാൻ അദ്ദേഹത്തെ വളരെയധികം വായിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഇക്കാലത്തുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ലോകം, ഈ കൊറോണ ബാധിതമായ ലോകം എന്ന് പറയുന്നതിന്റെ ഒരുപാട് സാധ്യതകളിലേക്ക് നമ്മൾ ചിന്തിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണണം, ജീവിതം എത്ര മനോഹരമാണെന്നുള്ള രീതിയിൽ കാണണം, പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചും വ്യത്യസ്തതകളെ നമ്മൾ തന്നെ വ്യത്യസ്തതകൾക്ക് അംഗീകാരം കൊടുത്തും, അല്ലെ, നമ്മൾ തന്നെ വ്യത്യസ്തകളെ അംഗീകാരം. ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു ഈഴവ യുവാവ് പലപ്പോഴും താമസിക്കുന്നുണ്ട്. അതുപോലെ പലരെയും നമ്മൾ വ്യത്യസ്ത ജാതികളും മതങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുടുംബ സങ്കല്പങ്ങളിലേക്കും മറ്റും പോവുകയാണെങ്കിൽ അത്തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവ് സാറിനെ മഹാരാഷ്ട്രയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ നേരത്തെ തന്നെ നമ്മൾ നേരത്തെ തന്നെ വിചാരിച്ചതാണ്. അപ്പോഴാണ് യാദൃശ്യമായിട്ട് ഈ കൊറോണ വന്നത്. ഏതായാലും ഈ പരമ്പര അദ്ദേഹം ഇന്ന് ഈ സ്പീച്ചിലൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇതിന് 9 സ്പീച്ചോടെ ഉണ്ട്. അടുത്ത സ്പീച്ച് ടി ശ്രീകുമാറിൻ്റെതാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദേവ് സാറിനും എല്ലാവർക്കും നമസ്കാരം. സാർ, ഒരു ചോദ്യമുണ്ട്. എൻ ഷെല്ലീന്റെ ചോദ്യമാണ്. സാർ നമസ്കാരം. കോവിഡ് അനന്തര കലയുടെയും സാഹിത്യത്തിന്റെയും സ്വഭാവം എങ്ങനെയാകാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഗാബോയുമായുള്ള അങ്ങയുടെ സൗഹൃദം പ്രസിദ്ധമാണല്ലോ, ചുരുക്കി പറയാമോ? കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു ചോദ്യമാണ് സാർ, അതിനോട് പ്രതികരിക്കുന്നതായിരിക്കുന്നു. അതിനോട് പ്രതികരിക്കാം. ഈ കോവിഡ് അനന്തര കാലത്തെ കലയും സാഹിത്യവും എങ്ങനെയായിരിക്കണമെന്നുള്ളത് യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടത് പ്രൊഫസർ ജോസഫിനെ പോലുള്ളവരാണ്. വെറും കലയുടെയും സാഹിത്യത്തിൻ്റെയും നിരീക്ഷകരും ആസ്വാദകരും എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ഇതുപോലുള്ള ജീവിത ദുരിതങ്ങളുടെ കാലത്തു നിന്നും ഈ ദുരിതാനുഭവങ്ങളെക്കുറിച്ചുള്ള രചനകൾ പലതും ഉണ്ടായി എന്ന് വരും. അത് നമ്മൾ ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു കലാകാരൻ്റെ, ഒരു എഴുത്തുകാരിയുടെ മനസ്സിൽ കിടന്ന് അവരുടെ ജീവിതവുമായി ചേർന്ന് കിടന്ന് തിളച്ച് അതിൽ നിന്ന് ഉയർന്ന് ആവി വരുന്നത് പോലെ, തിളയ്ക്കുന്നതിൽ നിന്ന് ആവി വരുന്നത് പോലെയാണ് കലാസാഹിത്യ സൃഷ്ടികളുണ്ടാകുക. അതിന് അതിൻ്റെതായ സമയമെടുക്കും. അപ്പോൾ വളരെ അസാധാരണമായൊരു അനുഭവ കാലമാണ് ഈ കോവിഡിൻ്റെ കാലം. നിശ്ചയമായും ഈ കോവിഡിൻ്റെ കാലത്തെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമ്മുടെ കലാകാരന്മാരെ, എഴുത്തുകാരികളെ ഒക്കെ അവരുടെ ഭാവനയെ പ്രകോപിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക. എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ജാക്മാ പറഞ്ഞത് ഈ കോവിഡ്-19 കാലത്ത് ഒരേ ഒരു ചോദ്യം, ഞാൻ അടുത്ത വർഷം വരെ ജീവിച്ചിരിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരുന്നാലാണ്. അത് കോവിഡൊന്നും വരണമെന്നില്ല, അല്ലാതെ തന്നെ മരണങ്ങൾ ഉണ്ടാകുന്നു, അവിചാരിത മരണങ്ങൾ ഉണ്ടാകുന്നു, ഹൃദയസ്തംഭനം ആർക്കും വരാം. നാളെ ചിലപ്പോൾ എണീക്കുമ്പം
ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്ത ഞാൻ മരിച്ചുപോയെന്നായിരിക്കും നിങ്ങൾ കേൾക്കൂ. ഇന്നലെയല്ലേ അയാൾ വന്ന് ഞങ്ങളോട് സംസാരിച്ചത്, ഇത്ര വേഗം അയാൾ മരിച്ചുപോകുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ പലരും നാളെ അഥവാ ഞാൻ മരിച്ചുപോയാൽ എൻ്റെ മരണത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ചർച്ച ചെയ്യാൻ എന്നെ ഇടയായി എന്ന് വരാം. ജീവിതവും മരണവും എന്ന് പറയുന്നത് ഈ മരണം ഒരു നിഴല് പോലെ നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പം ഈ കാലത്ത് അതിസങ്കീർണമായ അത്യസാധാരണമായ അനുഭവങ്ങൾ നിശ്ചയമായും നമ്മുടെ സാഹിത്യത്തിലും കലയിലും ഒക്കെ അതിൻ്റെ സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗാബോയുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിന് പല ചരിത്രങ്ങളുണ്ട്. ഗാബോയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന 3 പേരെ കാണാൻ എനിക്കിടയായിട്ടുണ്ട്. അതാണ്. അപ്പോൾ സെക്കൻഡ് ലെവൽ കോണ്ടാക്റ്റാണ് എനിക്കുള്ളത്. ഒന്ന് ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോയുടെ വളരെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഗാബോ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സമാഹരിച്ച 20,000 ടൺ അരിയും ഗോതമ്പും മറ്റുമൊക്കെ ആയിട്ട് ഞങ്ങൾ ക്യൂബയിൽ ചെന്നപ്പോഴാണ് ഫിഡൽ കാസ്ട്രോ ആയിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. അതെല്ലാം പറഞ്ഞ് ഞാൻ സമയം അപഹരിക്കുന്നില്ല. അപ്പോൾ സുർജിത്ത് ഉണ്ടായിരുന്നു, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പം ഫിഡൽ ചോദിച്ചു, നിങ്ങളിങ്ങനെ ഞങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സുർജിത്ത് വളരെ സ്വാഭാവികമായ മറുപടി പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്വം അനുസരിച്ച് ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് സുർജിത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സുർജിത്ത് ഇങ്ങനെ അത്ര ഇഷ്ടപ്പെടാതെ തന്നെ നോക്കി, എന്നാ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്കെന്താ ഇനി പറയാനുള്ളത് എന്നുള്ള മട്ടിൽ. അപ്പം ഞാൻ ഫിഡലിനോട് പറഞ്ഞതാണ്, താങ്കളുടെ സുഹൃത്ത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിനെ ഇന്ത്യയിൽ ചില പരിപാടികൾ പങ്കെടുക്കാൻ ഒന്ന് പ്രേരിപ്പിച്ച് വിടാമോ? അദ്ദേഹം വിമാനത്തിലൊക്കെ ഫിയർ ഓഫ് ഫ്ലൈയിങ് ഉള്ള ആളാണ്, വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് വളരെ കുറയ്ക്കുന്ന ആളാണ്. അപ്പോൾ ഫിഡല് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അതാണ് ഒന്ന്. അതിൻ്റെ മറ്റു വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി. മറ്റൊന്ന്, മിഗുവേൽ ലിറ്റിൻ, പ്രസിദ്ധനായ ചിലിയൻ സംവിധായകനാണ് മിഗുവേൽ ലിറ്റിൻ. അപ്പോൾ മിഗുവേൽ ലിറ്റിനെ ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് പാർലമെന്റ് അംഗമായിരിക്കുമ്പോഴാണ്. ഇവിടെ അദ്ദേഹം ചലച്ചിത്രോത്സവത്തിന് വന്നു. അപ്പോൾ മിഗുവേൽ ലിറ്റിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് ഈ കപ്പൽ ഛേദത്തെക്കുറിച്ച്, പിന്നെ ക്ലാൻഡസ്റ്റൈൻ ഇൻ ചിലി എന്ന് പറയുന്നത്, കപ്പൽ ഛേദത്തെക്കുറിച്ചല്ല, ക്ലാൻഡസ്റ്റൈൻ ഇൻ ചിലി എന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിൻ്റെ രചന മിഗുവേൽ ലിറ്റിൻ്റെ അനുഭവത്തെ മുൻനിർത്തി ഗാബോ എഴുതിയതാണ്, മാർക്വേസ് എഴുതിയതാണ്. അപ്പോൾ ഞാനൊരു കടലാസ്, അവിടെ കിട്ടിയൊരു കടലാസ് എഴുതിയിട്ട് ഡിയർ ഗാബോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കത്ത് എഴുതുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗാബോയെ കാണുമെന്ന് ഉറപ്പാണ്, അപ്പോൾ ഈ കത്ത് നിങ്ങൾ ഗാബോയ്ക്ക് കൊടുക്കണം. ഇങ്ങനെ കത്ത് എഴുതാനുള്ള എൻ്റെ അർഹത എന്താണെന്ന് ഞാൻ അതിനകത്ത് എഴുതി. ഈ കത്തെഴുതാനുള്ള കാരണം, നിങ്ങളുടെ കൃതികളെല്ലാം ഭയങ്കര ഇഷ്ടത്തോടു കൂടി വായിക്കുന്ന ബെറ്റി ലൂയിസിൻ്റെ ഭർത്താവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. ഞാൻ മാർക്വേസിൻ്റെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും എന്നേക്കാളും മാർക്വേസിനെ വായിച്ചിട്ടുള്ളത് എൻ്റെ ഭാര്യ ബെറ്റിയാണ്. അപ്പോൾ കുറച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ചെറിയൊരു നർമ്മവും അതിനകത്തുണ്ട്. ആ കത്ത് മിഗുവേൽ ലിറ്റിന് കൊടുത്ത്, മിഗുവേൽ ലിറ്റിൻ്റെ ചെയ്യുന്നത് ഗാബോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ, ഗാബോയ്ക്ക് കിട്ടിയിട്ട് അദ്ദേഹം ഏത് ചവറ്റുകൊട്ടയിലാണ് അത് ഇട്ടിട്ടുണ്ടാവുക ഒന്നും എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ കത്ത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു. പിന്നെ മിഗുവേൽ ലിറ്റിനെ ഞാൻ വീണ്ടും കണ്ടു. വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പിന്നെ ചലച്ചിത്രോത്സവത്തിന് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നപ്പം ഇതെല്ലാം പറഞ്ഞു. അപ്പം പിന്നെ ഈ നിലയിലാണ് ഗാബോയുമായിട്ട് അകന്നുകൊണ്ടുള്ള ബന്ധം മാത്രമാണ് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസുമായിട്ട് എനിക്കുള്ളത്. ജൂലിയ അൺമ്യൂട്ട് ചെയ്യണേ. ജൂലിയ കേൾക്കുന്നില്ല. സോറി, ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു സാറേ. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ കലയ്ക്ക്, പ്രത്യേകിച്ച് ചിത്രകലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കേരളത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ ചിത്രകലയ്ക്ക് പ്രാധാന്യമുണ്ട്, എന്നാൽ കേരളത്തിൽ വേണ്ടത്ര പ്രാധാന്യം ഇല്ല. സാറ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നിട്ട് പോലും ഈ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത് ഒരാളുടെ പ്രശ്നമല്ല. കേരളീയ സമൂഹത്തിൽ കലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം
ഇല്ലാത്തതിന്റെ പ്രതിഫലനമാണ്. ഇതിന് എന്തെങ്കിലും പ്ലാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അങ്ങ് പ്രതികരിക്കാമെങ്കിൽ വളരെ നല്ല ചോദ്യമാണ്. ഈ ചോദ്യം ചോദിച്ച് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിൽ ഡ്രോയിങ് മാസ്റ്ററുണ്ട്, തുന്നൽ ടീച്ചറുണ്ട്. ഞാൻ തുന്നൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടൺസ് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് തുന്നൽ. എനിക്ക് തുന്നലറിയാം, ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. പാട്ട് ടീച്ചറുണ്ട്, ഡ്രിൽ മാഷുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കേരളം പുരോഗമിച്ചു ഓരോ മേഖലയിലും എന്ന് പറയുമ്പോൾ ഇത്തരം പഠനത്തിനുള്ള അധ്യാപകരെ ഇല്ലാതാക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടായി. അതിന് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, അധ്യാപക സമൂഹത്തിനും അധ്യാപക സംഘടനകൾക്കും ഉത്തരവാദിത്വം. മറ്റുള്ളവരെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ മതി, ഇത് വേണ്ട. ഇത് യഥാർത്ഥത്തിൽ വളരെ തെറ്റായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ്. പഠനം എന്ന് പറഞ്ഞാൽ സമഗ്രമായിരിക്കണം. സ്വയം ജീവിക്കാനുള്ള പരിശീലനം വ്യത്യസ്ത കലകളിൽ, സംഗീതത്തിൽ, ചിത്രകല, സംഗീതം, സാഹിത്യം പിന്നെ പഠനത്തിന്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത് വലിയൊരു ലോപ്പ് സൈഡഡ് ആയിട്ടുള്ള അപാകത നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ നിലയിലാണ് നമ്മൾ മാറിയത്. എന്നാൽ ഈ മറുപടി പറയുന്ന നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴും ഇതിനൊന്നും മാറ്റം വരുത്താൻ ശ്രമിച്ചില്ലല്ലോ എന്നൊരു വിമർശനമുണ്ട്. ആ വിമർശനം വസ്തുതകൾ മുഴുവൻ മനസ്സിലാക്കാതാണ് നടത്തുന്നത്. ആ കാലഘട്ടത്തിൽ ഇതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒറ്റയടിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് തീരുമാനിച്ചത് ക്ലസ്റ്ററുകളായിട്ടെടുത്തിട്ട് 2, 3, 4 സ്കൂളുകൾ, ഒരു പഞ്ചായത്തിലുള്ള സ്കൂളുകൾക്ക് വേണ്ടി പൊതുവായി ചിത്രകലാധ്യാപകൻ, സംഗീതാധ്യാപകൻ ഇവരെ നിയമിക്കുന്നു. എല്ലാ ദിവസവും ഒരു സ്കൂളിൽ പോകുന്നില്ല, ഏതാനും ദിവസം ഒരു സ്കൂളിൽ പോകുന്നു. അതേ അധ്യാപകൻ പിന്നെ 2, 3 ദിവസം തൊട്ടടുത്ത സ്കൂളിൽ പോകുന്നു. അങ്ങനെ ആ ക്ലസ്റ്ററിലുള്ള സ്കൂളുകളെ മുഴുവൻ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള അവസരം നൽകുക, ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അന്ന് ആരംഭിച്ചിരുന്നു. SSAയുടെ എല്ലാം സഹായം, സംവിധാനം, സാമ്പത്തിക ശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ നമ്മൾ വേണ്ട പോലെ ഇക്കാര്യം അന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന സ്വയം വിമർശനം ഞാൻ നടത്തുകയാണ്. ഇതിൽ കൂടുതൽ അന്ന് ചെയ്യേണ്ടതായിരുന്നു. ഗൗരവത്തോടുകൂടി ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലുള്ള ചർച്ചകളും സംവാദങ്ങളും സാമൂഹികമായ ഇടപെടലുകളും വഴി കഴിയണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉന്നയിച്ചത്. വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ മോഡറേറ്റർ സുമി ജോയ് ടീച്ചർ ആയിരുന്നു. ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാറേ, ഇതിന്റെ മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ട ഞാനായിരുന്നു. പക്ഷെ 3 കേൾക്കാന്ന് കരുതുന്നു. അപ്പൊ ഒരു 3:15 മാത്രമേ എനിക്ക് ഇതിനകത്തേക്ക് കയറാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ എനിക്ക് സാധാരണഗതിയിൽ മോഡറേറ്റർ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടാറുള്ളതല്ല. പക്ഷെ എനിക്ക് ഇന്നിപ്പോ 2 ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സഖാവ് തന്നെ പറഞ്ഞ വാക്കുകളെ എനിക്ക് കുറച്ച് എനിക്ക് ആത്മവിശ്വാസം പകരിയാണ് ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അത് ഒന്നെന്ന് പറയുന്നത് കലാകാരൻ എന്ന് മാത്രമല്ല കലാകാരി എന്നുകൂടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. 2 എന്ന് പറയുന്നത് ബെറ്റി ലൂയിസിന്റെ ഭർത്താവാണ് എന്ന് സൂചിപ്പിച്ചു. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ബോധം നിലനിൽക്കുന്ന ഒരു സമൂഹത്തില് ഇത്തരം കാര്യങ്ങൾ പ്രത്യേക രീതിയിൽ പറയാനോ അത് സാക്ഷ്യപ്പെടുത്താനോ തയ്യാറാകുന്നതല്ല എന്നുള്ളത് കൊണ്ടും, രണ്ടാമത് പറഞ്ഞു റിയാസ് കോമുവിന്റെ ആ ചിത്രത്തില് ഗാന്ധിജിയിൽ നിന്നും അംബേദ്കർക്ക് പ്രാധാന്യം കിട്ടുന്ന ആ ഒരു അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് വർഗപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ജാതീയമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അവിടെയാണ് എന്റെ ചോദ്യം വരുന്നത്. യഥാർത്ഥത്തിൽ ലിംഗപരമായ വിവേചനങ്ങൾ പരിഹരിക്കേണ്ടതും ഇതേ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടതല്ലേ എന്നുള്ളതാണ്. അത് ഞാൻ ചോദിക്കാനുള്ളത്, കേരള സമൂഹത്തിൽ നടക്കുന്ന 2 പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കഴിഞ്ഞ ഗവൺമെന്റിനെ വേട്ടയാടിയ
ഒരു വലിയൊരു കഥാപാത്രമായി സരിത നിന്നെങ്കിൽ ഇപ്പോഴത് സ്വപ്നയാണ്. സ്വപ്നയുടെ പുറകെ ആളുകൾ ഓടിയപ്പോൾ, പ്രത്യേകിച്ച് മാധ്യമക്കാര് വാഹനങ്ങളുമായി പുറകെ പാഞ്ഞപ്പോൾ, യഥാർത്ഥത്തിൽ അതില് ഒരു തരം ഒരു ജിജ്ഞാസയുടെ ഒരു ആൺനോട്ടത്തിൻ്റെതായ ചില പഴുതുകളൊക്കെ അതിലുണ്ടായിരുന്നു. ഇനി ഇത് പൊതു ഇടങ്ങളിൽ, അതേ സമയം ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരാള് രാവും പകലുമെന്നും ഇല്ലാതെ പൊതു ഇടത്തിൽ അത്ര ശക്തമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പൊതു ഇടത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളിൽ നിന്ന് ഒരു ചാടകലം വെക്കണം എന്നുള്ള ഒരു ആഹ്വാനം കൊടുക്കുന്നത് പോലെയുള്ള ചില വർത്തമാനം, ഒരു പരിതസ്ഥിതികൾ അത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. അതൊരു അപകടകരമല്ലേ എന്നൊരു ചോദ്യമാണ് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത്, ജാതീയമായി കൊല്ലപ്പെടുന്നവരെക്കാൾ തീക്ഷ്ണമായി, അതിനേക്കാൾ ക്രൂരമായി സ്ത്രീകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാത്തത്? വീടുകളിൽ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കുക മാത്രമല്ല, അനാഥ ശവങ്ങളെ പോലെ, അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന ആളുകൾ അന്വേഷിക്കാത്ത വിധത്തിൽ എന്നും ഒരു നിത്യകാഴ്ചകളും നിത്യസാധാരണ സംഭവം പോലെ കണ്ടു മറക്കുന്ന അനേകം പേരില്ലാത്തവര് പേരുള്ളവരുമായി സ്ത്രീകൾ കൊല്ലപ്പെടുന്ന ഒരു ഭൂമി കൂടിയാണ് ഇന്ത്യ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ, ഈ കലയും സമൂഹവും എന്ന് പറയുന്ന ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനെ കൂടി പ്രാധാന്യത്തോടു കൂടി ഏത് വിഷയം പറഞ്ഞാലും, എന്തിനെ കുറിച്ച് ചർച്ച ചെയ്താലും പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഈ ലിംഗപരമായ വിവേചനങ്ങളുടെ തലം? എന്നാൽ മാത്രമല്ലേ ഇവിടെ നമ്മുടെ ലെനിൻ പറഞ്ഞതുപോലെ സ്ത്രീകൾ സ്വതന്ത്രമാകുമ്പോൾ മാത്രമേ വിപ്ലവം പൂർണ്ണമാകൂ എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും പുരോഗമനപരമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് ചിന്തകൻ എന്ന നിലയിൽ കൂടിയാണ് എന്റെ ഈ ചോദ്യം. സുമി ജോയി ചോദിച്ച ചോദ്യങ്ങൾ രണ്ടും പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ അതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. സുമി ജോയി അതിനെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം. ഞാൻ അതിനോട് യോജിക്കുകയാണ്. ആവശ്യമുള്ളത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ യോജിച്ച് നിന്ന് ഈ ശരിയായ കാഴ്ചപ്പാട്, സ്ത്രീ പുരുഷ തുല്യതയെ ആസ്പദമാക്കി ഒരു സമൂഹമാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റാൻ വേണ്ടി നാം ഇഞ്ചിനിഞ്ചിന് പോരാടേണ്ടതുണ്ട്. ഇപ്പം ചില പരിപാടികൾക്ക് പോകുമ്പം ഞാൻ ആ പരിപാടിയുടെ സ്റ്റേജ് പ്ലാൻ നോക്കുമ്പോൾ സ്ത്രീകളില്ല, വേദിയിൽ സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രമാണ്. ചില സ്ഥലത്ത് സ്ത്രീകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവിടെ ഈ ത്രിതല പഞ്ചായത്തിൽ നിന്ന് നിലവിലുള്ള 50% സ്ത്രീകൾക്ക് ഇപ്പോൾ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് 50% സംവരണമായിട്ട് ഇവിടെ മാറ്റിയത്. ആ സംവരണം നിമിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ചില സ്ത്രീകൾ വന്നു, കോർപ്പറേഷൻ ചെയർമാനായിട്ട് സ്ത്രീ വന്നു. അങ്ങനെ സംവരണത്തിലൂടെ കിട്ടിയ ആ പദവിയിൽ നമ്മൾ നോമിനേറ്റ് ചെയ്യാതെ തന്നെ ചില സ്ത്രീകൾക്ക് ഇരിപ്പിടം കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അതല്ലാതൊരു സ്ത്രീയെ വിടില്ല. ഇന്നത്തെ ഇപ്പൊ ഈ പരിപാടിയിൽ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നത് വനിതകളാണ്. അതൊരു വനിതാ ഉത്തരവാദിത്വം വഹിക്കുന്നത് ജൂലിയ ഡേവിഡിന്റെ സാങ്കേതിക വിദ്യയിലുള്ള സാമർഥ്യം കൊണ്ടുകൂടി ആയിരിക്കാം. അത് ഇത്ര നന്നായിട്ട് നിർവഹിക്കാൻ വേറെ ആരും പുരുഷ പ്രതികളെ ആരെയും കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാകുക. പക്ഷെ പലപ്പോഴും ജനസംഖ്യയിൽ 50% സ്ത്രീകളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറില്ല. കവിയായിട്ടുള്ള ഒരു വലിയ വിപ്ലവകാരി പറഞ്ഞു, ആകാശത്തിന്റെ പകുതി താങ്ങി നിർത്തിയിരിക്കുന്നത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞു. മൗസേദുങ്ങാണെന്ന് പറഞ്ഞത്. മനുഷ്യ സമൂഹത്തിൽ ആദ്യം വർഗ വിഭജനമുണ്ടായത് സ്ത്രീയും പുരുഷനും തമ്മിലാണ്. ജോലികളും കാണാപ്പണികളും എല്ലാം സ്ത്രീയുടെ ചുമലിൽ വെച്ച് കൊടുക്കുക, ആണുങ്ങൾ ഇങ്ങനെ കൈയും വീശി നടക്കുക. അപ്പൊ ഇങ്ങനൊരു വലിയ ചരിത്രമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പിന്നെ കേരളീയ സമൂഹത്തിന്റെ, ഇത് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളീയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ സുമി ജോയ് പറഞ്ഞതാണ്, ഈ ഒളിഞ്ഞു നോട്ടം. അതാണ് വലിയ പുരോഗമനമാണ്, മാറ്റമാണ്, സംസ്കാര സമ്പന്നരാണ് കേരളം എന്നൊക്കെ പറയും. പ്രബുദ്ധ കേരളം എന്നല്ലേ നമ്മൾ പറയൂ. കേരളത്തിന്റെ മുമ്പിൽ നമ്മളൊരു അഡ്ജക്റ്റീവ് സ്ഥിരമായിട്ടൊരു അങ്ങ് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ, പ്രബുദ്ധ കേരളം. എന്ത് പ്രബുദ്ധ കേരളമാണ്? എഴുത്തുകാരനായ സക്കറിയ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ കേട്ടു. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ആ സ്വപ്ന സുരേഷ് ഒരു 75-80 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ കേരളീയ സമൂഹം അവരുടെ പിന്നാലെ നടക്കുമായിരുന്നില്ല. അപ്പം നമുക്ക് തിരിച്ചറിഞ്ഞ് കഴുകിക്കളയേണ്ട ഒരുപാട് അഴുക്ക് കേരളീയ ശരീരത്തിലുണ്ട്, നമ്മുടെ എല്ലാ ശരീരത്തിലുണ്ട്. വിശേഷിച്ച് പുരുഷന്മാരുടെ. ഈ പുരുഷന്മാരുടെ തെറ്റായ സമീപനത്തിന്റെ ഒപ്പം നിൽക്കുന്ന സ്ത്രീകളുമുണ്ട്. വീട്ടിലെന്തെങ്കിലും പണി വിഭജിച്ച് ചെയ്യാം
എന്ന് പുറപ്പെട്ടാൽ അയ്യോ അതൊന്നും വേണ്ട, ചേട്ടനെ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഈ COVID-19 വ്യവസ്ഥകളുടെ ഭാഗമായി നമ്മളെല്ലാം ഒരുപാട് തവണ സോപ്പിട്ട് കൈയെല്ലാം കഴുകുന്നുണ്ടല്ലോ. അങ്ങനെ സോപ്പിട്ട് കൈ കഴിയുന്ന ആണുങ്ങളെല്ലാം ഈ സോപ്പിട്ട് കൈ കഴുകുന്ന പോലെ അടുക്കളയിൽ പോയി കുറെ പാത്രങ്ങളും കൂടെ കഴുകി വെക്കാൻ തയ്യാറാവുന്നുണ്ടോ? അപൂർവം ചെല്ലു തയ്യാറുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സുമി ജോയ് ഉന്നയിച്ച കാര്യങ്ങളോട്, ആശയങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധമാക്കി മാറ്റാനുള്ള തുടർച്ചയായ ഇടപെടലുകളും പോരാട്ടങ്ങളുമാണ് നമ്മൾ നടത്തേണ്ടത്. ഇതുപോലുള്ള ചർച്ചകളും അതിന് പ്രചോദനം നൽകും എന്ന് വിചാരിക്കുന്നു. നന്ദി. വളരെ സ്നേഹം സർ. എന്തായാലും കലയും സാഹിത്യവും കൂടുതൽ കൂടുതൽ പ്രതിരോധാത്മകമായ ഭാവത്തിലൂടെ വരും എന്നുള്ള പ്രതീക്ഷ നിർഭരമായ ഒരു ഭാഷണം തന്നെയായിരുന്നു സാറിന്റെ. ഇതിന് ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായ മാത്യു സാറാണ്. സാറിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട MA ബേബി സാർ, പ്രിൻസിപ്പൽ ജയകുമാർ സാർ, വകുപ്പ് അധ്യക്ഷൻ ജോസഫ് സാർ, MS മുരളി, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, കലാസാഹിത്യം ഭാവി ഉത്കണ്ഠകൾ എന്ന പേരിൽ മഹാരാജാസ് കോളേജ് മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പര തുടക്കം കുറിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ നിലനിൽപ്പും അതിജീവനവും വലിയ വെല്ലുവിളി നേരിടുന്ന ആഗോള സാഹചര്യമാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. മനുഷ്യവർഗം അതിവിരളമായിട്ട് മാത്രം അഭിമുഖീകരിച്ചിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രഭാഷണത്തിന് വിഷയമാക്കിയത് കലയും സമൂഹവും എന്ന വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രഭാഷണത്തിലൂടെ ഏത് മഹാമാരിയെയും അതിജീവിക്കാനുള്ള വലിയൊരു മാനവിക അവബോധം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്നാണ്. ഒരുപാട് നന്മയുള്ള ഒരു പ്രഭാഷണം എന്ന് ഞാൻ ഈ പ്രഭാഷണത്തെ വിശേഷിപ്പിക്കുകയുള്ളൂ. സാറ് വളരെ വിനയാന്വിതനായിട്ടാണ് ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ, ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതെങ്കിലും വളരെ വലിയ മനുഷ്യരെ ആകെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു മാനവിക കാഴ്ചപ്പാട് സാറിന്റെ ഓരോ വാക്കിലും ഉണ്ടായിരുന്നു. കൂടപ്പുറപ്പുകൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയം എന്ന ഒരു നിരീക്ഷണം സാറ് എൻ്റെ പ്രഭാഷണത്തിൽ കടന്നു വന്നു. അതുപോലെ പട്ടിണി അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഉള്ള ചിന്ത പങ്കുവച്ചു. അതുപോലെ വിവിധ കലകളിലൂടെയൊക്കെ എങ്ങനെ മാനവികമായ ആശയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ NV കൃഷ്ണവാര്യരുടെയും മറ്റുമൊക്കെ കവിതകൾ അതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള അത് നമ്മുടെ തന്നെ ജീവിത അവബോധമാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളരെ വിലയേറിയ വാക്കുകളാണ് നമുക്ക് MA സാറിൽ നിന്ന് ലഭിച്ചത്. സുമി ടീച്ചർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയിൽ പോലും സാറ് വളരെ വലിയ ഒരു മറുപടിയാണ് നൽകിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൈ കഴുകുന്നവർ എന്തുകൊണ്ട് പാത്രം കഴുകാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വലിയ ഒരു മാനവികമായ ഉണർവിൽ നിന്നാണ് അത്തരം ഒരു മറുപടി തന്നെ വന്നിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ഞങ്ങളുടെ ഈ കലാലയത്തിൽ ഓൺലൈൻ ആയിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ സാറ് വിശേഷിപ്പിച്ചൊരു വാക്ക് ഇതാണ്: കാൽപ്പനിക മനോഹാരിതയുള്ള കലാലയം എന്നാണ്. ആ കലാലയത്തിന്റെ പേരിൽ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി സാറിനെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജയകുമാർ സാറ്, പ്രിൻസിപ്പൽ സാറിന് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇതിനു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സാറ് അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കോവിഡ് പശ്ചാത്തലം വന്ന് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും നമ്മുടെ അക്കാദമികമായ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്നുള്ള ഒരു നിഷ്ഠയോടുകൂടി ഞങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകി ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്ന ജോസഫ് സാറിന് ഈ ചടങ്ങിന്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ സ്വാഗതം ആശംസിച്ച MS മുരളി സാറിനും ഇതിന്റെ സാങ്കേതിക സഹായം നിർവഹിക്കുന്ന ജൂലിയ ടീച്ചറിനും അതുപോലെ എൻ്റെ സഹ അധ്യാപകർക്കും അതുപോലെ ഈ മഹാരാജാസ് കലാലയത്തിലെ ഗവേഷകർക്കും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ സംഭാഷണ പരമ്പര ഇനിയും തുടരും. എല്ലാ പരിപാടികളിലേക്കും എല്ലാവരും വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പങ്കെടുക്കണം, വലിയ വിജയമാക്കി തീർക്കണം എന്ന്. ഇന്നത്തെ ഈ പ്രഭാഷണത്തോടു കൂടി വലിയൊരു പ്രഭാഷണ പരമ്പരയ്ക്ക് തന്നെയാണ് തുടക്കമിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും വരാനുള്ള വലിയ വലിയ പ്രഭാഷണങ്ങൾ അതില് ഏറ്റവും ആദ്യം തന്നെ എല്ലാവരും പറയുന്നുണ്ട് വളരെ ഊർജവും പ്രതീക്ഷകളും നൽകിയ ഒരു വെബിനാർ ആയിരുന്നു ഇത് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകളിൽ അത് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതിലുള്ള സന്തോഷവും സ്നേഹവും സാറിനോട് അറിയിക്കുന്നു, പങ്കെടുത്ത എല്ലാവരോടും അറിയിക്കുന്നു. ജോസഫ് സാറിന്റെ അനുമതിയോടുകൂടി ഇത് അവസാനിച്ചതായിട്ട് പറയാം അല്ലേ സാറേ? ജോസഫ് സാറേ, ജോസഫ് സാറിന്റെ അനുമതിയോടെ ഇത് അവസാനിച്ചു എന്ന് പറയുന്നു. നന്ദി സാർ, നന്ദി, താങ്ക് യു സോ മച്ച്. ജോസഫ് സാറേ, ഓക്കെ.